ഈ റോസ് കളർ ഷർട്ടിന്റെ രഹസ്യം എന്താണ്? എന്നോട് പെങ്ങൾ എന്നോട് ചോദിച്ചു, എടാ എങ്ങനെയാണോ ഇങ്ങനെ കിടന്നുറങ്ങുന്നത്? എത്ര റിച്ച് ആണെങ്കിലും ഏത് രീതി പോയാലും നന്നായിട്ട് ജീവിച്ചാലും കേന്ദ്രത്തിന് ഇ ഡി ഏറ്റവും പ്രധാനം. ഇ ഡി വളരെ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്നെ സംബന്ധിച്ചുള്ള എനിക്ക് ഇ ഡി എന്ന് പറഞ്ഞ സാധനം എനിക്ക് ഭയപ്പെടേണ്ട കാര്യമേ ഇല്ല. അതുകൊണ്ട് നിലനിൽപ്പിന് വേണ്ടി BJP പിന്തുണയ്ക്കുന്നു എന്ന് പറയുന്നത് പൂർണ്ണമായും തെറ്റാണ്. കോൺഗ്രസ് വീണ്ടും UDF അധികാരത്തെ ഇവിടെ നിന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ ഉള്ള കാര്യം ഞാൻ പറയാം, രാജ്യം ഭരിക്കാൻ കേരളത്തിൽ കോൺഗ്രസ് ഭരിക്കട്ടെ, രാജ്യം ഭരിക്കാൻ എനിക്ക് വിയോജിപ്പ് അറിഞ്ഞുകൊണ്ട് തന്നെ പറയുന്നു, രാഹുൽ ഗാന്ധിയേക്കാൾ ഫാർ 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 ബെറ്ററാണ് മോദി. നമസ്കാരം. മറുനാടൻ മലയാളി ചീഫ് എഡിറ്റർ ഷാജൻ സ്കറിയയ്ക്ക് അമേരിക്കയിൽ സ്നേഹാദരം. മലയാളി ഫ്രണ്ട്സ് ഓഫ് ലോസ് ആഞ്ചലസ് മീറ്റ് ആൻഡ് ഗ്രീറ്റ് ഷാജൻ സ്കറിയ എന്ന പ്രോഗ്രാം സംഘടിപ്പിച്ചു. നിരവധി ആളുകൾ പങ്കെടുത്ത പരിപാടിയിൽ ഷാജൻ സ്കറിയ മറുപടി പ്രഭാഷണം നടത്തി. തുടർന്ന് സദസ്സുമായി അദ്ദേഹം ചോദ്യോത്തര വേളയിലും പങ്കെടുത്തു. അദ്ദേഹം സദസ്സുമായി നടത്തിയ സംഭാഷണത്തിന്റെ സമ്പൂർണ്ണ ഭാഗം പ്രിയപ്പെട്ട പ്രേക്ഷകർക്കായി. ഞാൻ ഷാജിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. യു ആർ എ ബിഗ് ഫൈറ്റർ and I must really appreciate for whatever you are doing for this community. Okay, you are doing a wonderful job. ഞാൻ ഷാജിനെ നോട്ട് ചെയ്യുന്നത് വർഷങ്ങൾക്ക് മുമ്പാണ്. താങ്കളുടെ കുറേ വീഡിയോ ഞാൻ കാണാനിടയായി. വളരെ നന്നായിട്ട് യാതൊരു വയസ്സാകാതെ വളരെ നിഷ്പക്ഷമായിട്ട് അനീതിക്കെതിരെ പോരാടുന്ന വീഡിയോകളായിരുന്നു അധികവും. കുറച്ചൊക്കെ സെൻസേഷൻ ഉണ്ട്, ബട്ട് ദാറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. യുനോ, ഒരു രീതിയിലും ഏതെങ്കിലും പാർട്ടിയോടോ സമൂഹത്തോടോ ഏതെങ്കിലും മതത്തിനോടോ പ്രത്യേക ഒരു കാഴ്ചപ്പാട് ഞാൻ നിങ്ങളുടെ ഇനിഷ്യൽ വീഡിയോയിൽ കണ്ടിട്ടില്ല. യു ആർ ഡൂയിങ് ആൻ എക്സലന്റ് ജോബ്. യുനോ, സോഷ്യൽ ഇഷ്യൂസിൽ വളരെ നന്നായിട്ട് ഇടപെട്ട് സോഷ്യൽ ഇഷ്യൂസിൽ തങ്ങളുടെ അഭിപ്രായം പൂർണ്ണമായിട്ടും സത്യസന്ധതയോടെയും നല്ലതായിട്ടും താങ്കൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോഴും അതുപോലെ തന്നെ ഒരുപക്ഷെ കൂടുതൽ ശക്തിയായിട്ട് ഇപ്പോഴും താങ്കൾ സോഷ്യൽ ഇഷ്യൂസിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഗ്രാജുവലി ഞാൻ കണ്ട ഒരു ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളിറ്റിക്കലി കുറച്ചൊരു ഡീവിയേഷൻ ഓവർ ദി ഇയേഴ്സ് ഇറ്റ് ഹാസ് ഹാപ്പൻ. ഐ തിങ്ക് ഇറ്റ്സ് പ്രോബബ്ലി ബിക്കോസ് ഓഫ് യുവർ പേഴ്സണൽ എക്സ്പീരിയൻസസ്, പേഴ്സണൽ ഫൈറ്റ് ആൻഡ് അവർ ഇഷ്യൂസ് ടു ദ CPM. ഗ്രാജുവലായിട്ട് ഓവർ ദി ഇയേഴ്സ് ഞാൻ കണ്ട സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾക്ക് ചില രാഷ്ട്രീയ പാർട്ടികളോട് പ്രത്യേക താല്പര്യം താങ്കൾ നിഷേധിച്ചാലും ഉണ്ട് എന്നുള്ളൊരു തോന്നൽ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഇപ്പം ഞാൻ BJP എന്ന് പറയുമ്പോൾ ഞാൻ BJPക്ക് ഒരിക്കലും എതിരില്ല, എനിക്ക് BJPയോട് താല്പര്യമുള്ള പാർട്ടി. പക്ഷെ ഓവർ ദ ഇയേഴ്സ് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില മതവിഭാഗങ്ങൾ വരുമ്പോൾ താങ്കൾ കൂടുതൽ ക്രിട്ടിസൈസ് ചെയ്യും, ചില മതവിഭാഗങ്ങൾ ലെസ് ക്രിട്ടിസൈസ് ചെയ്യുന്നു. ചില വ്യക്തികളോട്, ചില പർട്ടിക്കുലർ പൊളിറ്റിക്കൽ പാർട്ടികളുള്ള ആൾക്കാർ താങ്കളുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് ദാറ്റ്സ് അബ്സല്യൂട്ട്ലി ഫൈൻ. പക്ഷേ എല്ലാ പാർട്ടികളോടും പല വ്യക്തികളോടും ആ രീതിയിലുള്ള ക്രിറ്റിസിസം അതിൻ്റെ അകത്ത് വരുന്നില്ല. തീർച്ചയായിട്ടും എന്നാന്ന് വെച്ചാൽ എനിക്ക് ചോദിക്കാറുള്ളത് എന്താ വെച്ചാൽ ഓവർ ദ ഇയേഴ്സ് ഈ ചേഞ്ച് അത് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ എനിക്ക് തോന്നിയത് ഈ BJP ആയിട്ട് ചായവില്ലെന്ന് പറയുമ്പോൾ കൂടി ചില വാർത്തകൾ ജനം TVയിൽ വരുന്നു, അതുപോലുള്ള വാർത്തകൾ മറ്റു പ്രധാനപ്പെട്ട ചാനലുകൾ ഏഷ്യാനെറ്റ് മാധ്യമങ്ങൾ വരാത്തെങ്കിലും പിന്നെ അത് ഫോളോ അപ്പ് ചെയ്യുന്നു. അത് വരുന്നു പലപ്പോഴും എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മറുനാടനാണ്. അത് ഞാൻ കുറ്റപ്പെടുത്തില്ല, കാരണം എന്താ വെച്ചാൽ അങ്ങനെ ഒരു CPM-ആയുള്ള ഫൈറ്റും ഒന്നെങ്കിൽ അങ്ങേക്ക് ഒരു BJPയുടെ താല്പര്യം കാണാം, അല്ലെങ്കിൽ ഒരു തന്ത്രപരമായിട്ട് സമീപനമായിരിക്കാം. കാരണം എന്താ വെച്ചാൽ CPM എതിരാകുമ്പോൾ സ്വാഭാവികമായിട്ട് താങ്കൾക്ക് പിടിച്ചിരിക്കാനായിട്ട് സപ്പോർട്ട് വേണം. സോ സ്വാഭാവികമായിട്ടും അത് കോൺഗ്രസിനെക്കാളും നല്ലത് CPM-ആണ്, BJP-ആണ്. BJPക്ക് നല്ലൊരു ശതമാനം വോട്ട് ബാങ്ക് ഉണ്ട്, ജനങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഞാൻ ചോദിക്കുന്നത്, ഇത് നാച്ചുറലായിട്ട് വന്നൊരു ചേഞ്ച് ആണോ അതോ തന്ത്രപരമായിട്ട് കേരളത്തിൽ പിടിച്ചിരിക്കാൻ വേണ്ടി ഒരു സപ്പോർട്ടിന്റെ ആവശ്യം താങ്കൾക്കുള്ളത് കൊണ്ട് താങ്കൾ മനഃപൂർവ്വം ആ രീതിയിൽ വാർത്ത ചെയ്യുന്നതാണോ? ഇതാണ് എന്റെ ചോദ്യം. നിലനിൽപ്പിന് വേണ്ടിയിട്ട് കേരളത്തിൽ BJP പിന്തുണച്ചിട്ടൊരു കാര്യമില്ല. കേന്ദ്രം എന്ന് പറയുന്ന സംവിധാനം, ഒരു ഫെഡറൽ ഗവൺമെന്റ് എന്ന സംവിധാനം ഒരു സാധാരണക്കാരന്റെ ജീവിതത്തിൽ ഒരു തരത്തിലുള്ള ഇടപെടൽ നടത്തുന്നില്ല. നമ്മളൊരു മനുഷ്യൻ എന്ന നിലയിൽ നമ്മളൊരു നാട്ടിൽ ജനിച്ചാൽ നിങ്ങൾ നോക്കുക, നമ്മുടെ എല്ലാ പ്രവർത്തിയും, നമ്മൾ സ്കൂളിൽ പോകുന്നു, നമ്മൾ അവിടെയാണല്ലോ തുടങ്ങുന്നത്, അല്ല, നമ്മുടെ ജനനം രജിസ്റ്റർ ചെയ്യുന്നു, നമ്മൾ സ്കൂളിൽ പോകുന്നു, നമ്മൾ വീട് മേടിക്കുന്നു, നമ്മൾ സ്ഥലം മേടിക്കുന്നു, നമ്മൾ വീട് വെക്കുന്നു, നമ്മൾ വണ്ടി മേടിക്കുന്നു, നമ്മൾ പഞ്ചായത്ത് പോകുന്നു, നമ്മൾ വില്ലേജ് ഓഫീസിൽ പോകുന്നു, നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോകുന്നു. നമ്മുടെ ജീവിതത്തിലെ എല്ലാം സ്റ്റേറ്റ് ഗവൺമെന്റ് റിലേറ്റഡാണ്. സെൻട്രൽ ഗവൺമെന്റിന്റെ പണി എന്ന് പറഞ്ഞാൽ പോളിസി ഉണ്ടാവും, അത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് നടപ്പിലാക്കുന്നത്. എനിക്കൊരു കാര്യം പറയാം, അത് പൂർണ്ണമായിട്ട് ശരിയല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നാട്ടില് ഏത് സ്റ്റേറ്റിലാണേലും എത്ര റിച്ച് ആണേലും ഏത് രീതി പോയാലും നന്നായിട്ട് ജീവിച്ചാലും കേന്ദ്രത്തിന് ഇ
ED ഏറ്റവും പ്രധാനം. ED പലരും ചെയ്യുന്നുണ്ട്. അതിലേക്ക്. സോ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം, പല ആൾക്കാരും ED-യിൽ നിന്നുള്ള അത് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ ഉത്തരം പറയുന്നില്ല. കാരണം ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയാൻ ക്ഷമ കാണിക്കണം. ആ ഉത്തരം പറഞ്ഞു കഴിഞ്ഞതിന് മുമ്പാണ് പിന്നെ ഞാൻ പറഞ്ഞൊരു കാര്യം. ഞാൻ ആ ചോദ്യത്തിന് ഉത്തരം പറയാതിരിക്കുന്നത് അല്ല, ചോദിച്ചല്ലോ, ഞാൻ പറഞ്ഞു കഴിയട്ടെ. അപ്പൊ പിന്നെ എന്തിനാ പിന്നെ ചോദിക്കുന്നു? ചോദിക്കുക, അത് കഴിഞ്ഞ് ചോദിക്കുക. ഞാൻ ഉത്തരം പറഞ്ഞു കഴിയുമ്പോ ചോദിക്കുക, സംശയമുണ്ട്. ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഒരു തരത്തിലും കേന്ദ്രത്തിലൊന്നും ഓടുന്നില്ല. ആകപ്പാടെ ഒരു വ്യക്തിയെ കേന്ദ്രത്തിൽ ഉപദ്രവിക്കാൻ കഴിയുന്നത് ED വഴിയാണ്. ED എന്ന് പറയുന്ന സാധനം എന്താണെന്നറിയാമോ? കള്ളപ്പണ, രണ്ട് കാര്യങ്ങളെ EDക്ക് ഇടപെടാൻ പറ്റും. ഒന്നുകിൽ നിങ്ങൾക്ക് കള്ളപ്പണ ഇടപാടുകൾ, മണി ലോണ്ടറിങ്, കള്ളപ്പണ ഇടപാടുകൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിദേശത്തു നിന്നുള്ള പണക്കടത്തലിലെ ക്രമക്കേടുകൾ. ഈ രണ്ട് കാര്യത്തിൽ മാത്രമേ EDക്ക് ഇടപെടാൻ കഴിയൂ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് യാതൊരു കള്ളപ്പണ ഇടപാടുമില്ല. 1 രൂപ പോലും എൻ്റെ ജീവിതത്തിൽ കിട്ടുന്നത് എൻ്റെ അക്കൗണ്ടിലാണ്. ഞാൻ ഒരു രാഷ്ട്രീയക്കാരനോടും ഒരു കച്ചവടക്കാരനോടും, എന്തിനേറെ ഞാൻ പറഞ്ഞല്ലോ, അമേരിക്കയിലേക്ക് വന്നതുപോലെ എൻ്റെ ചെലവെടുത്താം. പിന്നെ പെങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള എൻ്റെ ടിക്കറ്റ് എടുത്തത്, അതിൻ്റെ പെങ്ങളായതുകൊണ്ടാണ്. വേറെ ആരെ കൊണ്ട് ഞാൻ എടുപ്പിക്കത്തില്ല. അപ്പൊ എന്നെ സംബന്ധിച്ചുള്ള എനിക്ക് ED എന്ന് പറയുന്ന സാധനം എനിക്ക് ഭയപ്പെടേണ്ട കാര്യമേ ഇല്ല. അതുകൊണ്ട് നിലനിൽപ്പിന് വേണ്ടി BJP പിന്തുണയ്ക്കുന്നു എന്ന് പറയുന്നത് പൂർണ്ണമായും തെറ്റാണ്. അതിനകത്ത് യാതൊരു ലോജിക്കുമില്ല. നിലനിൽപ്പാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ കേരളത്തിൽ BJP വിരുദ്ധനാവണം. നിങ്ങൾ BJP വിരുദ്ധ, ഞാൻ എൻ്റെ സ്റ്റാൻഡിലേക്ക് വരാം. എനിക്ക് BJPയോട് വിരോധം ഉണ്ടായിരുന്നെങ്കിൽ, BJP വിരുദ്ധ നിലപാടെടുത്തിരുന്നെങ്കിൽ, ഞാൻ ഇന്നിപ്പോൾ അനുഭവിക്കുന്നതിൻ്റെ 100 ഇരട്ടി പ്രശസ്തി, എനിക്കിപ്പോൾ ഉള്ളതിൻ്റെ 100 ഇരട്ടി വരുമാനവും ഉണ്ടാവുമായിരുന്നു. കാരണം കേരളത്തിലെ 80-85% ആളുകളും BJP വിരുദ്ധരാണ്, സംഘപരിവാർ വിരുദ്ധരാണ്, LDF-ഉം UDF-ഉമാണ്. LDF-ഉം UDF-ഉം ആയിരിക്കുന്നതിൻ്റെ ഇടയിൽ BJP കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ് 19% വോട്ട് മേടിച്ചത്. 10 വർഷം മുമ്പ് BJPക്ക് 5% വോട്ടേ ഉള്ളൂ. ഇത് മാത്രമല്ല, നിങ്ങൾക്കിപ്പം അയാളുടെ പേര് ഞാൻ മറന്നു, ഒരു ജർമ്മനി താമസിക്കുന്ന ഒരാൾ, പെട്ടെന്ന് ഞാൻ മറന്നുപോയി, ധ്രുവനാഥ്. നോക്കൂ, എവിടെയോ ഇരുന്നുകൊണ്ട് അയാൾ പറഞ്ഞു അയാൾക്ക് എന്താ ആരാധകരാണുള്ളത്, അയാൾക്ക് എത്ര ലക്ഷം വിഷ്വൽസ്. എനിക്ക് ദൈവം നൽകിയിരിക്കുന്ന ഈ ശബ്ദവും ഇത് വിലയിരുത്താൻ പറ്റുന്ന, എനിക്ക് വിഷയങ്ങൾ വിലയിരുത്താൻ പറ്റുന്ന ഒരു ലെഫ്റ്റ് ഇസ്ലാമിക് ലൈനിൽ ഞാൻ അവതരിപ്പിച്ചിരുന്നെങ്കിൽ എനിക്കിപ്പോൾ ഉള്ള വ്യൂവേഴ്സ് ഇതിന്റെ 100 ഇരട്ടി ആവുമായിരുന്നു, എൻ്റെ വരുമാനം ഇതിന് 100 ഇരട്ടി ആവുമായിരുന്നു. അതിനേക്കാൾ എനിക്ക് നിലത്ത് നിൽക്കാൻ നേരം കിട്ടത്തില്ല. എനിക്ക് കാലിഫോർണിൽ നിന്ന് വരേണ്ടി വരും. എനിക്ക് ഖത്തറിലും സൗദി അറേബ്യയിലും UAE-യിലും ഒക്കെ എന്നും ഈന്തപ്പഴത്തിന്റെ പെട്ടികളോടുകൂടി എന്നെ കൊണ്ട് സ്വീകരിച്ചാനയിക്കുമായിരുന്നു. സത്യമല്ലേ? ഇന്ന് ഞാൻ സത്യം പറയുന്നത് കൊണ്ട് ഗൾഫിലെ ഒരു രാജ്യത്തെ വിമാന കമ്പനി യാത്ര ചെയ്തില്ല. മര്യാദയ്ക്ക് നമുക്ക് ടിക്കറ്റ് കുറച്ച് കിട്ടണമെങ്കിൽ ഖത്തറിനോ ദോഹയ്ക്കോ എമിറേറ്റ്സിനോ ഒക്കെ പോകണം. ഞാൻ പോകുന്നത് വരെ എയർ ഇന്ത്യക്ക് ഉറപ്പിച്ച എയർ ഇന്ത്യക്കും അല്ലെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യമാണ് മറ്റു വിമാന കമ്പനികൾക്ക്. അപ്പൊ അതുകൊണ്ട് ആ കൺസെപ്റ്റ് തെറ്റ്, പൂർണ്ണമായും തെറ്റ്. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയോടും ഒരു നേതാവിനോടും വ്യക്തിപരമായ വിരോധമില്ല. എന്നാൽ അതുകൊണ്ടാണ് പിണറായി വിജയൻ ഈ നാട് ഭരിക്കണമെന്ന് ആഗ്രഹിച്ച് കേരളം ശരിയാവുമെന്ന് കരുതി 2015-16 ഒരുപാട് പണിയെടുത്ത ആളാണ്. ആ പിണറായിയുടെ ഏറ്റവും വലിയ എതിരാളിയായാണ് ആളുകൾ എന്നെ ഇന്ന് കാണുന്നത്. 10 കൊല്ലത്തെ ആളുടെ ഭരണത്തിന്റെ പ്രത്യേകത. ഈ അർത്ഥത്തിൽ എനിക്ക് BJPയോട് യാതൊരു വിരോധവുമില്ല. കേരളത്തിൽ ഒരു പൊതു പൊളിറ്റിക്സ് എന്ന് പറയുന്ന ലെഫ്റ്റ് ഇസ്ലാമിക് ലൈനായിരിക്കണം. നിങ്ങൾ ഇസ്രായേലിലും ഫലസ്തീനും തമ്മിൽ പ്രശ്നം ഉണ്ടായി, നിങ്ങൾ ഇസ്രായേലിനെ എതിർക്കണം, ഫലസ്തീനെ അനുകൂലിക്കണം. അമേരിക്ക ഇറാനിൽ ബോംബിട്ടാൽ നിങ്ങൾ അമേരിക്കയെ എതിർക്കണം. ഇറാഖിൽ യുദ്ധമിട്ടാൽ നിങ്ങൾ ഇറാഖിനെ എതിർക്കണം. പൗരത്വ ഭേദഗതി നിയമം വന്നതിൽ വിദേശികളെ നാട് കടത്താൻ നിയമം കൊണ്ടുവന്നാൽ നിങ്ങൾ അതിനെ എതിർക്കണം. വഖഫ് സ്വത്ത് ആരുടെയും പിടിച്ചെടുക്കാൻ പറ്റുന്ന നിയമം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വഖഫ് നിയമത്തെ എതിർക്കണം. ഇതാണ് നമ്മുടെ നാട്ടിലെ പൊളിറ്റിക്സ്. എനിക്കതിനോട് യോജിപ്പില്ല, എനിക്കതിനോട് എതിർപ്പാണ്. എൻ്റെ എതിർപ്പ് പറയുമ്പോൾ സ്വാഭാവികമായും അവർക്ക് പറയാൻ ഏറ്റവും എളുപ്പമുള്ള വഴിയാണ് സംഘി. അതുകൊണ്ട് സംഘി എന്ന് പറയുന്നു. ഇനി അതൊരു വശം. രണ്ടാമത് കോൺഗ്രസ്, ഞാൻ ഇവിടുത്തെ രാഷ്ട്രീയം, പലർക്കും രാഷ്ട്രീയമുണ്ടെന്നറിയാം, ഭൂരിപക്ഷം പേരും കോൺഗ്രസ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് കോൺഗ്രസിനോട് ഒരു എതിർപ്പുമില്ല. ഞാൻ പല തുറന്നു പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇപ്പോൾ വോട്ട് ചെയ്യുന്ന കോൺഗ്രസ് പാർട്ടിക്കാണ്. കോൺഗ്രസ് വീണ്ടും UDF അധികാരത്തെ വിടുന്ന ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ ഉള്ള കാര്യം ഞാൻ പറയാം, രാജ്യം ഭരിക്കാൻ കേരളത്തിൽ കോൺഗ്രസ് ഭരിക്കട്ടെ. രാജ്യം ഭരിക്കാൻ എനിക്ക് വിയോജിപ്പ് അറിഞ്ഞുകൊണ്ട് തന്നെ പറയുന്നു, രാഹുൽ ഗാന്ധിയേക്കാൾ
ഫാർ 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 ബെറ്ററാണ് മോദി എന്ന്. ഇത് ഞാൻ ആരെയും വേദനിപ്പിക്കാൻ പറയുന്നതല്ല, എനിക്ക് കോൺഗ്രസ് പാർട്ടിയോട് എതിർപ്പുള്ളതുകൊണ്ട് പറയുന്നല്ല. കോൺഗ്രസ് പാർട്ടി ജനാധിപത്യത്തിലേക്ക് തിരിച്ചു വരണമെന്നും അവര് നല്ല രാജ്യസ്നേഹമുള്ളവരാവണമെന്നും അങ്ങനെ കാരണം എനിക്കൊരു ഭയമുണ്ട്. മോദിയുടെ ഒരു സർവാധിപത്യം രാജ്യത്തെ ജനാധിപത്യത്തെ ദോഷമാകുന്ന ഭയം എനിക്കുണ്ട്. പക്ഷേ തൽക്കാലം ഈ സർവാധിപത്യം ഭേദമാണ് രാജ്യത്തിന് നല്ലതെന്ന് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് കോൺഗ്രസ് ശരിയായി അവർ വന്നാൽ ഞാൻ പിന്തുണയ്ക്കും. ഇപ്പോഴത്തെ അവസ്ഥയിൽ കോൺഗ്രസ് നിലപാട് രാജ്യവിരുദ്ധമാണ്, പലതിലും, എല്ലാത്തിലുമല്ല. ഇന്ത്യ, ഞാനിപ്പോൾ നിങ്ങൾ അമേരിക്കയിൽ താമസിക്കുന്ന ഭൂരിപക്ഷം പേർക്കും അമേരിക്കൻ പൗരത്വമുണ്ട്. അമേരിക്കയും ഇറാനും തമ്മിൽ യുദ്ധം ആരംഭിച്ചാൽ നിങ്ങൾക്ക് മനസ്സുകൊണ്ട് തോന്നുന്നു ഇറാനാണ് ശരിയെങ്കിൽ പോലും നിങ്ങൾ അമേരിക്കയ്ക്കൊപ്പം നിലപാടെടുക്കണം. കാരണം നിങ്ങൾ അമേരിക്കൻ പൗരത്വമുള്ളവരാ. അത് കോൺഗ്രസ് പാർട്ടിക്ക് അറിയില്ല. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷം ഉണ്ടായി, ഓപ്പറേഷൻ സിന്ദൂർ ഉണ്ടായപ്പം ഇന്ത്യൻ സേനയുടെ വീഴ്ച തപ്പിപ്പോയിട്ട് ബാധ്യത ഒരു കോൺഗ്രസ് പാർട്ടിക്കും ഒരു പാർട്ടിക്കും ഇല്ല. ഇനി അഥവാ നമ്മുടെ വിമാനം വീണാലും അതല്ല പൊക്കി പിടിക്കേണ്ടത്. ഞാൻ ഐ എം എക്സ്ട്രീംലി സോറി. ഞാനിങ്ങനെ ഇത്തരത്തിൽ എനിക്ക് ഒരു നിലപാട് കോൺഗ്രസ് പാർട്ടിയോടും ബി ജെ പിയോടും വ്യത്യസ്തമായിട്ടുണ്ട്. മോദിയുടെ ഭരണത്തോടും ഇഷ്ടമുണ്ട്, അത് ബി ജെ പിയോടും ഇഷ്ടമല്ല. രാഷ്ട്രീയ പാർട്ടി എന്നതിൽ ബി ജെ പിയേക്കാൾ എനിക്കിഷ്ടം കോൺഗ്രസിനെയാണ്. എന്നാൽ രാജ്യം ഭരിക്കുന്ന നേതാവ് എന്ന നിലയിൽ രാഹുൽ ഗാന്ധിയേക്കാൾ 1000 മടങ്ങ് ഞാൻ പിന്തുണയ്ക്കുന്നത് മോദിയാണ്. ആ മോദിയെ പിന്തുണയ്ക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ എതിർക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ പിണറായിസത്തെ എതിർക്കുന്നത് കൊണ്ടോ എനിക്ക് കിട്ടുന്ന സംഘിപ്പട്ടത്തിൽ എനിക്ക് അഭിമാനമേ ഉള്ളൂ. യാതൊരു വിധ നാണോ ഇത് നഷ്ടം സഹിച്ചാണ് ഞാൻ പറയുന്നല്ലോ. നേരത്തെ തിരിച്ചു മാത്രം ആലോചിക്കുക. കാനഡയിൽ താമസിക്കുന്ന ഒരു യുവതിയുണ്ട്, യുവതിയല്ല ഒരമ്മായിയുണ്ട്, ഞാൻ അവരുടെ പേരൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാനഡയുടെ എല്ലാ സൗഭാഗ്യങ്ങളും ആസ്വദിച്ച് അവർ നിരന്തരം ഇന്ത്യക്കെതിരെയും അമേരിക്കക്കെതിരെയും ഇസ്രായേലിനെതിരെയും ചെയ്ത് അവർക്ക് ലക്ഷങ്ങൾ വരുമാനമുണ്ട്. എനിക്ക് ഗ്യാരണ്ടിയാണ് എൻ്റെ നിലപാട് ഇസ്ലാമിനോടും പൊളിറ്റിക്കൽ ഇസ്ലാമിനോടും ഇടതുപക്ഷത്തോടും ലെഫ്റ്റ് ലിബറൽ ഇസ്ലാമിക് ലൈനാണ് എൻ്റെ നിലപാടെങ്കിൽ എനിക്ക് വലിയ ഇതിനേക്കാളൊക്കെ എന്നെ പൊക്കിയെടുത്തോണ്ട് ഞാൻ വന്ന് ലോസ് ആഞ്ചലസ് വിമാനത്താവളത്തിൽ വന്ന് എന്നെ പെങ്ങളായിരിക്കത്തില്ല വരാൻ പോകുന്നത്. ലോസ് ആഞ്ചലസ് എനിക്കറിയത്തില്ല, ദോഹയിലോ റിയാദിലോ ചെന്നാൽ എന്നെ സ്വീകരിക്കാൻ വരുന്ന 1000 പേരായിരിക്കും. പക്ഷെ എനിക്ക് ആ സ്വീകരണം വേണ്ട. എൻ്റെ സുഹൃത്താണ് ശ്രീജിത്ത് പണി സന്ദീപ് വാര്യർ, വളരെ അടുത്ത സുഹൃത്താണ്. സന്ദീപ് അവരോട് പറഞ്ഞു, എൻ്റെ ചേട്ടാ എന്നെ ഭാഗ്യമായെന്നറിയാമോ ചോദിച്ചു. കാരണം സന്ദീപ് നിൽക്കാൻ നേരമില്ല. ഇപ്പൊ ഇന്ന് റിയാദിലാണെങ്കിൽ പിറ്റേ ദിവസം ദോഹയിലാണ്, അതിനുശേഷം അബുദാബിയിലാണ്, അതിനുശേഷം തിരൂരാണ്. തിരൂരിലെ പരിപാടി കഴിയുമ്പോഴത്തേക്ക് നേരെ കൊണ്ടുപോകുന്നത് എന്തൊരു തിരക്കാണെന്നറിയോ, എന്തൊരു ആൾക്കൂട്ടമാണെന്നറിയോ. അപ്പൊ അതുകൊണ്ട് എനിക്ക് അതൊന്നും വേണ്ട. ഞാൻ അധ്വാനം ജീവിക്കുന്ന ആളാണ്. എൻ്റെ അധ്വാനം കൊണ്ട് എൻ്റെ സുഖമായി എനിക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ട്, അന്തസ്സായി നെഞ്ചു വിരിച്ച് നടക്കാൻ പറ്റുന്നുണ്ട്, സുഖമായി. എൻ്റെ ഒരു പെങ്ങൾ എന്നോട് ചോദിച്ചു, എടാ എങ്ങനെയാണോ ഇങ്ങനെ കിടന്നുറങ്ങുന്നത്? ഞാൻ എതിരേലും പോയി ഒരു പരിപാടി കഴിഞ്ഞ് ഞാൻ കയറി കഴിഞ്ഞ് എത്ര നേരം 1 മണിക്കൂർ ഉറങ്ങണം? 1 മണിക്കൂർ ഞാൻ ഉറങ്ങും. ഞാൻ പറഞ്ഞിന്ന് ഞങ്ങളിന്ന് വെളിയിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് ഞാൻ പറഞ്ഞു, പെങ്ങൾ പറഞ്ഞു 5:15 ഇറങ്ങണം. ഞാൻ പറഞ്ഞു 4 മണിയപ്പോൾ കിടക്കുക, 5 ആകുമ്പോൾ ഞാൻ എണീക്കുന്നു പറഞ്ഞു. ഞാൻ 4:45 എണീറ്റ് എൻ്റെ ഉറക്കം മാറി. അപ്പൊ അതുകൊണ്ട് സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റുന്നത് ഈ മനസ്സിൽ ഞാൻ ചെയ്യുന്നതൊക്കെ ശരിയാണെന്നുള്ള ഉത്തമ ബോധ്യം കൊണ്ടാണ്, മനസാക്ഷി വഞ്ചിക്കാത്തത് കൊണ്ട്. താങ്ക് യു. ഷാജേട്ടാ നമ്മൾ പരിചയപ്പെട്ടു. രാജേഷ് എന്നാണ് എൻ്റെ പേര്. ഇവിടെ ഞാൻ സോഫ്റ്റ്വെയർ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ 2 ചോദ്യങ്ങളാണ്. രണ്ടാമത്തെ ഒരു കുസൃതി ചോദ്യമാണ്, ആദ്യത്തെ കുറച്ച് സീരിയസ് ആയിട്ടുള്ള ചോദ്യമാണ്. ബേസിക്കലി ഇപ്പോൾ ഇന്ത്യ എന്ന രാജ്യത്ത് ഒരുപാട്, ഞാനിത് ഒരു തരത്തിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോട് അലൈൻ ചെയ്തിട്ടല്ല സംസാരിക്കുന്നത്. പക്ഷെ കഴിഞ്ഞ ഒരു 5 കൊല്ലമായിട്ട് ഒരുപാട് ഡെവലപ്മെന്റ്സ് നടക്കുന്നുണ്ട് ഇന്ത്യയിൽ. എസ്പെഷ്യലി ഞാൻ സോഫ്റ്റ്വെയറിലാണ്, അപ്പൊ എനിക്ക് അറിയാം ഒരുപാട് AI-യിലും മറ്റ് പല മേഖലകളിലുമായിട്ട് ഒരുപാട് പുരോഗതി നടക്കുന്നുണ്ട്. യുവാക്കൾക്ക് ഒരുപാട് സാധ്യതകൾ വരുന്നുണ്ട്, സ്റ്റാർട്ടപ്സ് തുറക്കുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. പക്ഷെ ഇങ്ങനത്തെ പല ഡെവലപ്മെന്റ്സ് നമ്മുടെ രാജ്യത്ത് ഒട്ടാകെ നടക്കുന്നത് കേരളത്തിലെ മാധ്യമങ്ങൾ അധികം അതിന് റീച്ച് കൊടുക്കുന്നില്ല. അതെന്താണ് അതിന്റെ പിന്നിലുള്ള വെസ്റ്റേൺ ഇൻട്രസ്റ്റ് എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. അപ്പോ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് താങ്കൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അതോ താങ്കളുടെ ഔട്ട്ലെറ്റിലോട് അങ്ങനെ എന്തെങ്കിലും ഒരു റീച്ച് നമ്മളുടെ കുട്ടികൾക്ക്, അതായത് നമ്മുടെ കേരളത്തിലുള്ള ചെറിയ കുട്ടികൾക്ക് അതിലേക്കൊരു മോട്ടിവേഷൻ ലെവലിൽ
എത്തിക്കാനുള്ള ഒരു തോട്ട് ഉണ്ടോ എന്നാണ് എൻ്റെ ആദ്യ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഈ റോസ് കളർ ഷർട്ടിന്റെ രഹസ്യം എന്താണ്? ഈ രാജ്യത്ത് നടക്കുന്ന വലിയ വികസന പദ്ധതികളെ കുറിച്ച് പറയുന്നത് കൊണ്ടാണ് എനിക്ക് ഈ പറയുന്ന സംഘിപ്പട്ടം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് വികസന പദ്ധതികളെ കുറിച്ച് പറയുന്നത് കൊണ്ടാണ് ഞാനത് പറയാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കേരളത്തിൻ്റെ ഒരു പ്രത്യേകതരം കൾച്ചർ. നമ്മൾ ഒറ്റ കാര്യം മാത്രം ആലോചിക്കൂ. ഇറാഖിൽ യുദ്ധം ഉണ്ടായപ്പോൾ നമ്മൾ കേരളത്തിൽ ഹർത്താൽ നടത്തിയത് ആലോചിച്ച് നോക്കി. സിമ്പിൾ. വേറൊന്ന് നമ്മളെങ്ങനെ ബാധിക്കും? ഓപ്പറേഷൻ സിന്ദൂറിൽ ഉണ്ടായപ്പോൾ ആരും പിന്തുണയായിട്ട് യാഥാർത്ഥ്യത്തിൽ ഇപ്പൊ ഇറാന് പിന്തുണയായിട്ട് ഇഷ്ടംപോലെ റാലി കേരളത്തിൽ നടക്കുന്നുണ്ട്. ഇത് കേരളത്തിന്റെ ഒരു സൈക്കോളജിയാണ്. ലെഫ്റ്റ് ലിബറൽ ഇസ്ലാമിക് രാഷ്ട്രീയം കേരളത്തെ പിടിച്ചിരിക്കുന്നു. പക്ഷെ അധികകാലം ഉണ്ടാവില്ല. ഇതിന്റെ രാജാക്കന്മാർ ബംഗാളായിരുന്നു. കൊടയോടെ അവരെല്ലാം കൂടി BJPയിലേക്ക് കൊണ്ടിരിക്കുകയാണ്. മമതയുള്ളത് കൊണ്ട് മാത്രമാണ് ആ ഒഴുക്കിനൊരു തടസ്സമുള്ളത്. കാരണം CPMന്റെ കാട്ടിലും വലിയ തന്ത്രം അവർക്കറിയാം. അതേസമയം ത്രിപുരയിൽ എന്നാ സംഭവിച്ചു? 3% വോട്ടുണ്ടായിരുന്ന BJP പിറ്റേ തവണ മൊത്തം വോട്ട് സീറ്റ് പിടിച്ചു അധികാരത്തിൽ വന്നു. ഈ ഒരു മാറ്റം നമ്മുടെ നാട്ടിൽ സംഭവിക്കും. ഇപ്പോൾ ഉള്ള പ്രോബ്ലം എന്താ വെച്ചാൽ, പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെ നമുക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. ഞാൻ ഇസ്ലാമിനെതിരെ സംസാരിക്കരുതെന്ന് വെച്ചു എന്നെ ഈ പലതും പറയുമ്പോഴും ഈ തീവ്ര ഈ ക്രിസംഖികൾ എന്നൊക്കെ പറയുന്നവരെ, അല്ലെങ്കിൽ ഈ തീവ്ര ഇപ്പം പല ആളുകൾ എന്നെ ഞാൻ ഇവരെ പേടിയാന്ന് പറയാറുണ്ട്, ഇസ്ലാമിനെ പേടിയെന്ന് പറയുന്നത്. അതിൻ്റെ കാര്യം അവരൊക്കെ ആഗ്രഹിക്കുന്നത് ഇസ്ലാമിനെ തന്നെ തള്ളിപ്പറയണമെന്ന്. ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ടാവും, അവരവരുടെ അഭിപ്രായം. പക്ഷെ ഞാൻ വിശ്വസിക്കും ഇസ്ലാമിൻ്റെ മതം എന്ന നിലയിൽ അവരുടെ രീതിയും ആചാരം. ഇപ്പം ഞാൻ പറഞ്ഞു, നമ്മുടെ ഒരു ക്നാനായക്കാരുണ്ട്. ഈ ക്നാനായക്കാർക്ക് അവരുടേതായ ആചാരമുണ്ട്. ഇപ്പം ക്നാനായ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട, ഇപ്പം പലർക്കും അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമായിരിക്കും ഇതൊക്കെ പറയുന്നത്, എങ്കിലും പറയുവാണ്, ക്നാനായ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരാൾ വേറൊരു വിവാഹം പുറത്തുനിന്ന് കഴിച്ചാൽ അവരെ സമുദായത്തിൽ നിന്ന് മാറ്റും. ഞാൻ അതിനെ എതിർക്കുന്ന ആളല്ല. കാരണം മതം എന്ന് പറയുന്ന ഒട്ടും സയന്റിഫിക് അല്ലാത്ത ഒരു സാധനം. ആ സാധനമാണ് നമ്മുടെ ഒരു ആശ്വാസം. നമ്മൾ അതിൽ ആശ്വാസം കണ്ടെത്തുക. നിങ്ങൾക്ക് അമ്പലത്തിൽ പോയാൽ സുഖം കിട്ടുമെങ്കിൽ, നിങ്ങൾ പള്ളിയിൽ പോയാൽ സുഖം കിട്ടുമെങ്കിൽ നിങ്ങൾ ആ സുഖം അനുഭവിക്കുക. അതിലൊരു തെറ്റുമില്ല. അത് സയന്റിഫിക് അല്ല. ആ സയന്റിഫിക് അല്ലാത്ത സംവിധാനം നമ്മൾ അതിന്റെ ആചാരങ്ങളോടുകൂടി സ്വീകരിക്കണം. അതിൻ്റെ അകത്ത് പിന്നെ സയൻസ് കൊണ്ടുവെക്കരുത്. അത് തന്നെയാണ് ഇസ്ലാം മതത്തിന് കുഴപ്പങ്ങളുണ്ടെങ്കിൽ അത് മതത്തിലുള്ളവർ തിരുത്തിക്കണം, നമ്മൾ തിരുത്തണ്ട, അല്ലാത്തവർ തിരുത്തണ്ട. ക്രിസ്തു മതത്തിന് കുഴപ്പങ്ങളുണ്ടെങ്കിൽ ക്രിസ്തു മതത്തിലുള്ളവർ തിരുത്തണം, മറ്റുള്ളവർ തിരുത്തണ്ട. മതത്തെ വിമർശിക്കാൻ ഒരാൾക്ക് മാത്രം അർഹതയുള്ളൂ, അത് യുക്തിവാദികൾക്ക്. സകല മതത്തെയും സകല ദൈവത്തെ എതിർക്കുന്നവർക്ക് മതങ്ങൾ അല്ലാത്ത മതത്തിൽ വിശ്വസിക്കുന്നവർക്ക്, ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് മറ്റൊരു മതത്തെ തിരുത്താൻ അവകാശമില്ല. ഇതാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഒരു ധാരണയിൽ വേണം നമ്മൾ കേരളത്തെ കാണാൻ. ഇപ്പം കേരളത്തിലെ ഒരു പൊതുവിശ്വാസം നിങ്ങൾ ഈ പറയുന്ന പൊതു ധാരണയ്ക്കനുസരിച്ച്, അതായത് നിങ്ങൾ നോക്കൂ, ഹമാസ് എന്ന് പറയുന്ന ഭീകര സംഘടനയുടെ ബോംബ് വീണ് സൗമ്യ എന്ന് പറയുന്ന ഇടുക്കിയിലുള്ള ഒരു മലയാളി നേഴ്സ് മരിച്ചുപോയി. ആ പെൺകുട്ടിക്ക് അനുശോചനം അറിയിക്കാൻ പറ്റുന്നില്ല. ഉമ്മൻചാണ്ടി ഒരു അനുശോചനം അറിയാതെ ഉമ്മൻചാണ്ടി വയ്യാതിരിക്കുക, ഓഫീസിലിട്ടണം. എന്ത് തെറുപടിയായിരുന്നു അറിയോ? പിണറായി വിജയനോ മന്ത്രിമാരോ അവരുടെ വീട്ടിൽ പോയി. ഇസ്രായേൽ എംബസി അവരുടെ കോൺസുലർ ജനറൽ അയച്ചു അവരുടെ വീട്ടിലേക്ക്. അവിടെ ഒരു യുദ്ധവിമാനത്തിന് സൗമ്യയുടെ പേരിട്ടു. ആർക്കെങ്കിലും അറിയാവോ? നമുക്കറിയത്തില്ല. നമ്മുടെ നാട്ടിൽ ആ മരിച്ച വാർത്തയുടെ അടിവന്ന കമന്റ് എന്താണ്? അനുഭവിക്കട്ടെ. അവൾ അവിടെ പോയിട്ടില്ല. എന്നാൽ ഇസ്രായേലിൽ പോയാൽ പോലും, ഞാൻ ഇസ്രായേലിൽ പോയതാ, മനഃപൂർവ്വം പോയതാ. അത് ഇസ്രായേലിൽ പോയാൽ പോലും, ജോലി ചെയ്യാൻ പോയപ്പോലും കുഴപ്പമെന്ന് വിശ്വസിക്കും. ഈ ഒരു കൾച്ചർ കേരളത്തിലുണ്ട്. അത് നിലനിൽക്കുന്നിടത്തോളം കാലം ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് മോദിയെയോ കേന്ദ്ര സർക്കാരിനോ നല്ലത് പറയാൻ പേടിയാണ്. പക്ഷെ ഇതൊന്നും കാര്യമില്ല. ഇതിനിടയിൽ സുരേഷ് ഗോപി ക്രൈസ്തവ വോട്ടുകളുടെ പിൻബലത്തോടു കൂടി മാത്രം സുരേഷ് ഗോപി ജയിച്ചില്ല അവിടെ. ഇത് ഞാൻ ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയല്ല കാണുന്നത്, ഈ ഒരു ആശയത്തെയാണ് കാണുന്നത്. അപ്പൊ അതുകൊണ്ടുള്ള ഇതെല്ലാം മാറിക്കോളും, ശരിയായിക്കോളും. താങ്ക് യു. ഞാന് ഖദർ ധരിക്കുന്ന ഒരാളാണ്. പക്ഷെ ഇത് ഉടുപ്പ് മുണ്ട് കോട്ടനാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഖദർ മുണ്ട് ഈ അലക്കി തേച്ച് കഞ്ഞിവെള്ളമൊക്കെ വെച്ചില്ലെങ്കിൽ വലിയ പാടാണ്. അതുകൊണ്ട് ഞാനിപ്പം കോട്ടൺ കുറച്ചിടക്ക് ഉപയോഗിക്കുന്നു. ഷർട്ട് ഖദറാണ്.
അപ്പം ഖദർ പണ്ട് മുതൽ ഞാനൊരു ഗാന്ധിയൻ രാഷ്ട്രീയ ആശയമാണ് എൻ്റെ മനസ്സിലുള്ളത്. അതുകൊണ്ട് പണ്ട് പോലെ ഞാൻ ഖദർ ധരിക്കാറുണ്ട്. പക്ഷെ കോൺഗ്രസ്സുകാരുടെ വേഷമായതുകൊണ്ട് വെള്ള ഖദറിനോട് പേടിയാണ്, അതെനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് കളറുള്ള ഖദറാണ് ഞാൻ ധരിച്ചുകൊണ്ടിരുന്നത്. ഒരു തവണ ഞാൻ ഈ ഓണ സമയത്താണ് തുണിയെടുക്കാൻ പോകുന്നത്. ഓണ സമയത്ത് തുണിയെടുക്കാൻ പോകുമ്പോൾ ഈ 30-35% റിബേറ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ആ സമയത്ത് എടുക്കുന്നത്. ഒരു 5-8 തുണി ഉടുപ്പെടുക്കും, ചില സമയത്ത് പറ്റത്തില്ല. അപ്പോൾ ഒരു തവണ പോയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരേ ഒരു കളർ എന്ന് പറയുന്നത് ഇതിനോടൊരു ചേർന്ന് നിൽക്കുന്നൊരു കളറായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, 7 ഷർട്ടും ഒരേ തുണി എടുത്തു. പെട്ടെന്ന് എൻ്റെ ബ്രാൻഡ് അങ്ങനെയായി. പിന്നെ അടുത്ത തവണ പോയപ്പം എനിക്ക് ഉള്ളിൽ അത് അപ്പം ഈ പബ്ലിസിറ്റി കിട്ടി വരുന്ന സമയത്ത് നമുക്കൊരു സുഖമാണ്. ഈ സെലിബ്രിറ്റി ആവുന്ന സമയത്ത് നമുക്ക് ആളുകൾ ഷാജനെല്ലാം ചോദിക്കുമ്പോൾ ഒരു സുഖമാണ്. ഇപ്പം ബുദ്ധിമുട്ടാണ്, തുടക്കത്തിൽ നമുക്കൊരു സുഖമുണ്ട്. അപ്പം പിന്നെ ആളുകൾ നന്നായി ഐഡന്റിഫൈ ചെയ്തെന്ന് ഓർത്തോണ്ട് ഞാൻ അടുത്ത തവണയും ഏതാണ്ട് ഇതേ ഷർട്ട് എടുത്തു. അങ്ങനെയൊക്കെ ബ്രാൻഡായി പോയി. അത് ഒഴിവാക്കാൻ വേണ്ടി സാഹചര്യം ഇടക്കാലത്ത് ഞാനൊന്ന് പരീക്ഷിച്ച് 3-4 ഷർട്ടൊക്കെ മാറ്റിയെടുത്തു. എന്നാൽ പോലെ എനിക്കൊരു കംഫർട്ട് തോന്നിയ ഷർട്ടാണ്. അത്രേ ഉള്ളൂ. മാറ്റണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റുന്നില്ല. അങ്ങ് കഴിഞ്ഞ ചില വർഷങ്ങളായിട്ട് ശിവഗിരി തീർത്ഥവുമായിട്ട് ബന്ധപ്പെട്ട വർക്കലയിൽ ചടങ്ങിൽ പങ്കെടുക്കുന്നു. അതുപോലെ തന്നെ ഈ വർഷം ഇരവുപേരൂർ പൊയ്യയിലപ്പച്ചൻ്റെ ഇതിൽ പങ്കെടുത്തു. കഴിഞ്ഞ ദിവസം നാട്ടിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് നേഴ്സുമാരുടെ സംഘടനയുടെ മീറ്റിംഗിൽ പങ്കെടുത്തു. പ്രധാനപ്പെട്ട 3 ഏറ്റവും വലിയ കേരളത്തിലെ സമുദായ സംഘടനയാണ് SNDP, അല്ലെങ്കിൽ വർക്കലയിലെ അവരുടെ ഇതിൽ പങ്കെടുത്തു. പൊയ്യയിലപ്പച്ചൻ്റെ പലർക്കും ഇവിടെ അറിയില്ല, നമുക്കറിയാവുന്നതുകൊണ്ടാണ്. ഇത്രയും വലിയ സമുദായങ്ങളെ സ്വാധീനിക്കുമ്പോൾ, അവരോട് സംസാരിക്കുമ്പോൾ, സംവദിക്കുമ്പോൾ എന്താണ് അങ്ങ് പറയാൻ ശ്രമിക്കുന്നത്? പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ നഴ്സസ് അമേരിക്കയിൽ വന്ന് മറ്റ് രാജ്യങ്ങളെക്കാൾ കൂടുതൽ രക്ഷപ്പെട്ടാണ്. അവരുടെ കേരളത്തിലെ നഴ്സുമാരുടെ ഒരു പ്രാർത്ഥന അങ്ങയോടൊപ്പം എപ്പോഴും ഉണ്ട്. ചോദ്യം ഈ 2 സമുദായങ്ങളോട് എന്താണ്, അല്ലെങ്കിൽ കേരളത്തോട് അതിലൂടെ പറയാൻ ശ്രമിക്കുന്നു? 2023 വരെ, 2023 എനിക്കെതിരെ പോലീസ് കേസെടുക്കുന്നത് വരെ എൻ്റെ ഒരു വിശ്വാസവും പോളിസിയും, ഞാൻ വെറും ഒരു മാധ്യമ പ്രവർത്തകൻ മാത്രമാണ്. അതുകൊണ്ട് ഞാൻ ആ പരിമിതിയെക്കുറിച്ച് തിരിച്ചറിയുള്ള ആളായിരിക്കണം. ഒരു സെലിബ്രിറ്റി ആയി ജനം എന്നെ വാഴിച്ചാലും അതിന് വീണു പോകരുത് എന്നുള്ളതായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അവാർഡ് മേടിക്കാറുണ്ട്. പക്ഷെ 2023 സർക്കാരുമായി നേരിട്ടൊരു യുദ്ധം ആരംഭിക്കുകയും 100-ലധികം കേസുകളിൽ പ്രതിയാവുകയും ചെയ്തപ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ വെറും വാർത്ത മാത്രം പോരാ, സമൂഹത്തിൽ ഇടപെടണം എന്നുള്ളൊരു തോന്നലുണ്ടാവുന്നു. അതിനു മുമ്പും ഞാൻ ശിവഗിരി പോവാറുണ്ട്, വളരെ അപൂർവ പരിപാടി പോവാറുണ്ടായിരുന്നു. അമ്പലങ്ങൾ, ക്ഷേത്രങ്ങളിൽ ഉത്സവത്തോടനുബന്ധിച്ച പ്രസംഗങ്ങൾ പോവാറുണ്ടായിരുന്നു, വളരെ കുറച്ചൊക്കെ. പക്ഷെ ഇപ്പോൾ ഞാൻ കൂടുതൽ സജീവമാക്കാൻ കാരണം പലപ്പോഴും ഈ കമ്മ്യൂണിറ്റിയിൽ, നമ്മൾ ഇടപെടുന്ന കമ്മ്യൂണിറ്റിയിൽ പലർക്കും ചില തെറ്റിദ്ധാരണ. ഇപ്പം തന്നെ ഞാൻ ഇവിടെ സംസാരിച്ച് കഴിയുമ്പോൾ ആദ്യം ചോദിച്ച ആൾക്ക് തെറ്റിദ്ധാരണയുണ്ട്. ഒരുപക്ഷെ 3-4 ചോദ്യങ്ങളോ ഉത്തരവോ വരുമ്പോൾ മാറിയത് വരാം. അപ്പം നമ്മൾ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുമായി സംവദിക്കുമ്പോൾ എൻ്റെ നിലപാടിൽ ചില മാറ്റം വരാം. ഇപ്പം അമേരിക്കൻ മലയാളി കമ്മ്യൂണിറ്റിയെ കുറിച്ച് എനിക്ക് ഇങ്ങനെയേ ആയിരുന്നില്ല ധാരണ. ഞാൻ കരുതിയിരുന്നത് അമേരിക്കൻ മലയാളി കമ്മ്യൂണിറ്റി വെൽ സെറ്റിൽഡ് ആണ്, കേരളത്തോട് വലിയ താല്പര്യമൊന്നുമില്ല എന്നാൽ ഞാൻ ധരിച്ചു. പക്ഷെ ഞാൻ വന്നപ്പോഴാണ് എല്ലാ വിഷയവും ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന, മലയാളികളൊക്കെ അറിയാവുന്ന ഇവിടുത്തെ മലയാളികൾക്കാണ്. എന്ന് മാത്രമല്ല സമ്പന്നരാണ്. മറ്റുള്ളവരെ വെച്ച് നോക്കുമ്പം സാധാരണ ജോലി ചെയ്യുന്ന ഒരു മലയാളി പോലും സമ്പന്നരാണ്. ഞാൻ പറഞ്ഞാൽ വളരെ കംഫർട്ടബിൾ ജീവിക്കുന്നവരാണ്. അവർക്ക് ആരെയും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പൊ ഗൾഫിലെ മലയാളികൾക്കോ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസ് നിൽക്കുന്ന ആളുകൾക്കോ ഒക്കെ കിട്ടുന്നൊരു സ്വീകാര്യത എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട മനുഷ്യരാണ്. അതേസമയം ഒരു ജീവിതത്തിന്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് എത്തി നിൽക്കുന്നവർക്ക് ഒരാളെ മൈൻഡ് ചെയ്യേണ്ട കാര്യം. പക്ഷെ എന്നോട് കാണിക്കുന്ന ഇഷ്ടവും സ്നേഹം കാണുമ്പോൾ എന്തെങ്കിലും കാര്യസാധ്യത്തിനാണോ? അല്ല. എന്നെ കാണുമ്പം ഞാൻ എന്താ സെലിബ്രിറ്റി ആയതുകൊണ്ടാണോ? അല്ല. എന്തുകൊണ്ടാണ്? ഞാൻ പറയുന്നത് സത്യമാണ് എന്ന് അവർക്ക് ബോധ്യമുണ്ട്. ആ സത്യം പറയാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ ജീവിത സാഹചര്യം കൊണ്ട് ആ സത്യം പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് സത്യം പറയുന്ന വ്യക്തിയോടുള്ള ഒരു ഇഷ്ടം, അല്ലാതെ എൻ്റെ സൗന്ദര്യമോ എൻ്റെ ശബ്ദമോ ഒന്നുമല്ല, സത്യത്തോടുള്ള ഒരു ഇഷ്ടം. അതുകൊണ്ടാണ്. അപ്പം ഈ ഒരു നിലപാടെടുത്തുകൊണ്ട് ഞാൻ ഈ സമൂഹത്തിലേക്ക് ഇടപെടാൻ ശ്രമിക്കുകയാണ്. അപ്പം എന്നെ ഈ ജാതി സംഘടനകളാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും സ്വാധീനമുള്ള സംഘടനകൾ. മതസംഘടനകളല്ല, ശ്രദ്ധിക്കണം. ജാതി ഇസ്ലാം ഒഴികെ മുസ്ലിം സമുദായത്തിന് ഒരു കോസ് ഉണ്ട്. ആ കോസിനനുസരിച്ച് എന്നാൽ വോട്ട് ബാങ്കിനെ സ്വാധീനിക്കാം. മറ്റ് സംഘടനകളൊന്നും മതത്തിന്റെ സ്വാധീനം. ഇപ്പം ഒരു ബിഷപ്പ് പറഞ്ഞാൽ ആരും വോട്ട് ചെയ്യത്തില്ല, ബിഷപ്പ് പറയുന്നുള്ളൂ. പക്ഷെ ജാതി സംഘടനകൾ
ഈ ക്രിസ്ത്യൻ സമുദായത്തിലാണെങ്കിൽ പോലും ഇപ്പൊ ക്നാനായ സമുദായം അല്ലെങ്കിൽ നാടാർ സമുദായം, ഇത്തരത്തിൽ ജാതി സംഘടനകൾക്ക് വലിയ സ്വാധീനം സമൂഹത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ഈ ജാതി സംഘടനകളുമായി നേരിട്ട് സംവദിക്കുന്നത് ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ പല ഈ ജാതി സംഘടനകളിൽ ഇപ്പം വാണിക വൈശ്യ സംഘം അവരുടെ പരിപാടിക്ക് ഞാൻ പോയിരുന്നു. പല ജാതി സംഘടനയും വിശ്വകർമ്മ അവരുടെ പരിപാടിക്ക് ഞാൻ പോയിരുന്നു. പക്ഷെ ശിവഗിരിയുമായുള്ള ബന്ധം ഇങ്ങനെയൊന്നുമല്ല. ഗുരുദേവനെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുകയും ഗുരുദേവൻ ഞാൻ ഒരുപാട് സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട്. ഗുരുദേവൻ മലയാളിയായി പോയത് കൊണ്ട് മാത്രം കേരളത്തിന്റെ ആ അതിറിൽ ഒതുങ്ങിപ്പോയി എന്ന് വിശ്വസിക്കുന്ന ഒരു ആളാണ് ഞാൻ. അത്രയ്ക്കും ഉന്നതിയിൽ നിൽക്കുന്ന ലോക ഗുരുവിന്റെ സ്ഥാനത്തേക്ക് എത്തേണ്ട ഒരു ഒരാളാണ്. മനുഷ്യൻ എന്നുള്ള വാക്ക് ക്ഷമിക്കണം, ആളാണ് ഗുരുദേവൻ. ഗുരുദേവന്റെ പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. ഗുരുദേവനെ കുറിച്ച് ഒരുപാട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഗുരുദേവന്റെ ആത്മീയ ചിന്ത നിങ്ങൾക്ക് അറിയാമോ എന്ന് എനിക്കറിയത്തില്ല. അതായത് ദൈവദശകം എന്ന പേരിൽ ഒരു 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 ഗുരുദേവൻ എഴുതിയ ഒരു കവിതയുണ്ട്. ഈ ദൈവദശകത്തിലെ വരികൾ ഒന്ന് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ, ഞാൻ ചെല്ലുന്നില്ല, നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. ഞാനൊരു മുഖ്യമന്ത്രി ആയാൽ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് കേരളത്തിലെ എല്ലാ സ്കൂളുകളിലെയും ആദ്യത്തെ പ്രാർത്ഥനാ ഗാനം ദൈവദശകമാക്കും. മതമോ ജാതിയോ ഇല്ലാത്ത ഇത്രയും സത്യസന്ധമായ ആത്മീയ ഗാനം മലയാളത്തിലില്ല. ഈ സമൂഹത്തിൽ ഇത്രയ്ക്കും മഹത്തായ ഒരു ആളാണ് ഗുരുദേവൻ. ഗുരുദേവനെ കുറിച്ച് എവിടെ പറയാൻ അവസരം കിട്ടിയാലും ഞാൻ പറയുന്ന ഒരു ഭാഗ്യവശാൽ ഗുരുദേവൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി വെള്ളാപ്പള്ളി നടേശൻ എന്ന കേരളം കണ്ട ഏറ്റവും നികൃഷ്ടനായ ഒരാൾ ആ പ്രസ്ഥാനത്തെ നയിക്കുന്നതാണ്. ഞാൻ കാണുന്നത് കേരളത്തിന്റെ ഏറ്റവും വലിയ വിപത്തായി ഞാൻ കാണുന്നത് ഈ വെള്ളാപ്പള്ളി നടേശൻ. ഭാഗ്യവശാൽ കഴിഞ്ഞ ദിവസം ഒരു കോടതി ഉത്തരവിലൂടെ പുറത്താക്കിയിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ മറികടക്കാനുള്ള ശേഷി അയാൾക്കുണ്ട്. അയാളെ പോലെ സമർത്ഥനായ ബുദ്ധിമാനായ നീക്കങ്ങൾ നടത്താൻ ഈ അദ്ദേഹത്തിന് എത്ര ക്രിമിനൽ കേസുകൾ കൊണ്ടുവന്നു. അദ്ദേഹത്തിന് പത്മഭൂഷൺ കൊടുത്തിരിക്കുന്നത് എനിക്ക് BJP-യോടുള്ള ഏറ്റവും വലിയ എതിർപ്പാണ്. ഈ അടുത്ത കാലത്തുള്ള 2 എതിർപ്പാണ് BJP-യോട്. ഒന്ന്, വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ കൊടുത്തു. ആലോചിച്ച് നോക്കി, രാജ്യത്തെ ഏറ്റവും പരമോന്നതമായ പുരസ്കാരം, അനേകം ക്രിമിനൽ കേസുകൾ പ്രതിയായ, ഇപ്പം എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ, SNDP മീനച്ചിൽ താലൂക്കിന്റെ യൂണിയൻ സെക്രട്ടറി ആയിരുന്നു. വെള്ളാപ്പള്ളി നടേശന് വലങ്കയായിരുന്നു. എല്ലാ തെമ്മാടിത്തരങ്ങൾക്കും കൂട്ടുനിന്ന് ചാനലിൽ പോയി SNDP കൊണ്ട് പറഞ്ഞിരുന്ന. ഒരിക്കൽ അയാൾ ഗൾഫിൽ പോയി തിരിച്ചു വന്നപ്പോൾ ടൈഫോയിഡ് പിടിച്ചിട്ട് അദ്ദേഹത്തിന് കണിച്ചുകുളക്കര പോയി മുഖം കാണിക്കാൻ പറ്റിയില്ല. വെള്ളാപ്പള്ളി തെറ്റിദ്ധരിച്ചു ഇങ്ങനെ പൈസ കരിച്ചിട്ട് അതുകൊണ്ട് പോയതാണെന്ന്. ടൈഫോയിഡൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരാൻ പറഞ്ഞു. പുള്ളി തിരിച്ചു ചെല്ലുന്നു. പ്രീതി ചേച്ചി പറയുന്നു, ചേട്ടൻ ചേച്ചി ചൂടിലാണ്, സൂക്ഷിക്കണമെന്ന് പറയുന്നു. എന്നിട്ട് വരാൻ പറയുന്നു. ഒരു ഡൈനിങ് ടേബിളിൽ ഇരിക്കുക. അതായത് സന്തോഷം പറഞ്ഞ ഡൈനിങ് ടേബിളിൽ ഇരിക്കുക. എന്നോട് സന്തോഷം പറഞ്ഞ ഓർമ്മയുണ്ട്, അറിയുക കേട്ടോ. അടുത്ത് പാടാന്ന് പറഞ്ഞു. ഇപ്പൊ 88 വയസ്സുണ്ട്. 5-6 കൊല്ലം മുമ്പ് സംഭവിച്ചത്. അടുത്ത് വന്നപ്പോൾ 2 കാലും പൊക്കി ഇയാളെ ചവിട്ടി താഴെ ഇട്ടു, പച്ചത്തെറി വിളിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, ഒറ്റ കൊടുക്കാൻ മേലായിരുന്നു. അപ്പൊ പറഞ്ഞു, തോക്കു കേന്ദ്ര സർക്കാർ സെക്യൂരിറ്റി കൊടുത്തിരിക്കുകയാണ്, തോക്കുമായിട്ട്. ആലോചിച്ചു. ഇതാണ് SNDP എന്ന് പറയുന്ന പ്രസ്ഥാനം ഇപ്പൊ നേരിടുന്ന ഒരു പ്രതിസന്ധി. പക്ഷെ ഗുരുദേവൻ അങ്ങനെ വെള്ളാപ്പള്ളിയുടെ ഒരു സ്ഥാനത്തിന്റെ അകത്ത് പോകുന്ന ആളല്ല. ഗുരുദേവൻ, ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഗുരുദേവനെ പോയി പഠിച്ചാൽ നമ്മൾ ഗുരുദേവന്റെ ആരാധകനായി. അതുകൊണ്ടാണ് ശിവഗിരി മഠത്തിന് നല്ല ധാരണയുണ്ട്. എനിക്ക് ഗുരുദേവനെ കുറിച്ചുള്ള ഇഷ്ടവും അറിവും. അതൊരു ശിവഗിരി മഠം അവരുടെ തീർത്ഥാടന സമയത്ത് നിരന്തരമായി എന്നെ വിളിക്കാൻ ഞാൻ അഭിമാനത്തോടെ പോകും. താങ്ക് യു. എന്റെ പേര് ഈശോ സാം ഉമ്മൻ. പത്തനംതിട്ടക്കാരനല്ലേ? ഞാൻ പ്രൗഡ് മാവേലിക്കര. The world is changing faster and it is creeping with the tires blown out. World around, politics and religion. Take America, take India, Arab countries, we know. It is intermingled and the politics and the religion works together for their own benefit. And the humanity suffers. And there is compromise between the rich, religion and the politicians. And we, the people, are suffering.
And also we know that compassion, care, and for the least privileged, they have been sidelined. Where is the world moving to? Do you have an answer? And let me tell you, we lost a lot of hope in the media, whether it is in America or in Kerala. We lost hope, and we hear partially connected to somebody. And can we get real news from any part? And this is my question. ഈ കമ്പാഷൻ എന്ന് പറയുന്നത് തികച്ചും റിലീജിയസ് ആയിട്ടുള്ള സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു സാധനമാണ്. ഈ കമ്പാഷൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു വാസ്തവത്തിൽ നമ്മുടെ ലോകം കഴിഞ്ഞ കുറേ കാലം പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ പൊളിറ്റിക്കലായിട്ടുള്ള ആളുകൾ ഈ കമ്പാഷനെ, ഈ കരുണയെ, ഈ സ്നേഹത്തെ, ഈ മനുഷ്യാവകാശത്തെ അത് ചൂഷണം ചെയ്യുകയും അവരവരുടെ പൊളിറ്റിക്കൽ ടൂളായി ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും കമ്പാഷനുള്ളവർ, സ്നേഹമുള്ളവർ, കരുണയുള്ളവർ സ്വയം തിരുത്തും. അവർ പറയും ട്രംപാണ് ശരിയെന്ന്, അവർ പറയും നൈജൽ ഫറാജാണ് ശരിയെന്ന്. ഇപ്പോൾ ബ്രിട്ടൻ്റെ കാര്യം എടുക്കും. ഇപ്പോഴും ഈ കമ്പാഷൻ്റെ, ഈ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ അടിമകളാണ് അവരെന്തുകൊണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? നിങ്ങൾ നിയമപരമായി ബ്രിട്ടനിലെത്തിയാൽ 5 വർഷം നിങ്ങൾ അവിടെ ജോലി ചെയ്താൽ നിങ്ങൾക്ക് PR കിട്ടണം. ഇപ്പോൾ ഒരു 10 കൊല്ലമാക്കും നിങ്ങളോട് ഒരു ടാക്സ് മേടിക്കും. നിങ്ങൾ കള്ള വണ്ടി കയറി, കള്ള ബോട്ട് കയറി നിങ്ങൾ അവിടെ എത്തിയാൽ നിങ്ങളെ സ്വീകരിച്ച് 5 സ്റ്റാർ ഹോട്ടലിൽ താമസിപ്പിച്ച് മക്കളെ പഠിപ്പിച്ച് അവർക്ക് അതുവരെ ജോലി കൊടുത്ത്, ഇപ്പോൾ പുതിയ നിയമം വന്നിട്ടുണ്ട് ബ്രിട്ടനിൽ. ഇവരുടെ ഈ അസൈലം അപേക്ഷ റിജക്റ്റ് ആയാൽ, അതായത് 10-12 കൊല്ലം കൊടുക്കും ഈ അസൈലം അപേക്ഷ തീരുമാനം എടുക്കാൻ. റിജക്റ്റ് ആയാൽ ഇതുവരെ ആളുകൾ മുങ്ങുവാണ്, നമുക്കൊക്കെ അറിയാം. ഇപ്പോൾ അവർ പറഞ്ഞിട്ട് റിജക്റ്റ് ആയാൽ വി വിൽ പ്രൊവൈഡ് 40,000 pounds, യു ഗോ ബാക്ക്. എന്ന് വെച്ചാൽ 50 ലക്ഷം. ഞാൻ ഓർക്കുന്നുണ്ട്, എനിക്ക് ബ്രിട്ടനിൽ വിസയുണ്ട്, അത് റദ്ദ് ചെയ്തിട്ട് അസൈലത്തിന് അപേക്ഷിച്ചാലെന്നൊരു ആഗ്രഹമുണ്ട്. ഞാനതിനെ അപേക്ഷിക്കുകയാണ്, എന്നെ അവർ പിടിക്കും, നാട് കിടത്തും, എനിക്ക് 40,000 പൗണ്ട് കിട്ടും. അല്ല, വെറുതെ പറഞ്ഞല്ല, അല്ല ആയിക്കോട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത് ഇതാണ് ഇതിൻ്റെ ഒരു കുഴപ്പം. നമ്മൾ ട്രംപിനെ കുറ്റം പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ജനത്തെ ഇങ്ങനെ ചിന്തിപ്പിച്ചു. ഇവിടെ ഇതിന്റെ പ്രശ്നം വെച്ചാൽ ഈ ബ്ലാക്ക് മാർക്കറ്റ് വലിയ എക്കണോമിക്ക് ഒരു പരിധി വരെ ആവശ്യമാണ്. ഇപ്പൊ എല്ലാം, പക്ഷെ അത് പരിധി വിട്ട് കഴിയുമ്പോൾ, ഇപ്പൊ നമുക്കറിയാം ഇവിടെ അസൈലംസ്, ഇവിടെ വിസ ഇല്ലാത്ത ഒരുപാട് മലയാളികളടക്കമുള്ളവരുണ്ട്. പക്ഷെ ഞാൻ ഷിക്കാഗോയെ പരിചയപ്പെട്ട് പലരും പറഞ്ഞു ഞങ്ങളിലുണ്ടെന്ന് 1-2 പേരെങ്കിലും ജോലി കൊടുക്കുന്നുണ്ട്. പക്ഷെ അതൊരു ബാലൻസിങ് ആണ്. ഇത് കഴിഞ്ഞ് ഇങ്ങനെയുള്ള ആളുകൾ വരുമ്പോൾ കമ്പാഷൻ പോകും. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഇറാനിൽ അമേരിക്ക യുദ്ധം നടത്തി. ഇറാനിൽ യുദ്ധം നടത്തി നമ്മൾ അതിൻ്റെ ഈ കമ്പാഷൻ ബാക്ക്ഗ്രൗണ്ടിൽ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ശരിയാണോ? കമ്പാഷൻ നോക്കുമ്പോൾ ആ പാവപ്പെട്ട മനുഷ്യരെ കൊന്നു കളയുന്നു. പക്ഷേ അമേരിക്ക പറഞ്ഞ കാര്യം എന്താണ്? അമേരിക്കയുടെ ഉറ്റ സുഹൃത്തുക്കളാണ് ഇസ്രായേൽ എന്ന രാജ്യം ഭൂപടത്തിൽ നിന്നും ഇല്ലാതാകണം എന്നതാണ് ഇറാന്റെ പ്രതിജ്ഞ. അവര് ഡൂംസ്ഡേ ക്ലോക്ക് സ്ഥാപിച്ചിട്ട് 2040 ഇസ്രായേൽ ഭൂപടത്തിൽ നിന്നും ഇല്ലാതാകുമെന്ന് പ്രഖ്യാപിച്ച് അതിനുവേണ്ടി അണുബോംബ് ഉണ്ടാക്കുമ്പോൾ ഈ അണുബോംബ് ഉണ്ടാക്കുന്നത് വരെ കാത്തിരിക്കണം. ചിലപ്പോൾ അണുബോംബ് ഉണ്ടാക്കാൻ അവർക്ക് ഇല്ലായിരിക്കും. അണുബോംബ് എന്ന് പറഞ്ഞാൽ ഒരു വാചകമായിരിക്കും. പക്ഷേ ഈ കമ്പാഷൻ വെച്ചുകൊണ്ട് കാത്തിരുന്നിട്ട് 2040 ഇവർ ഒന്ന് ബോംബിട്ടെത്തി. അപ്പൊ കരുത്തുള്ളവരെന്ന നിലയിൽ അവരാക്രമിക്കും, അമേരിക്ക പിന്തുണയ്ക്കും. ഇതെല്ലാം ഒരു ബാലൻസ്ഡ് കാര്യം. മനുഷ്യത്വവും കരുണയും ഒക്കെ പ്രധാനപ്പെട്ടതാണ്. പക്ഷെ അത് ചൂഷണം ചെയ്യപ്പെടുമ്പോൾ, ഇപ്പൊ ഞാൻ ബ്രിട്ടനിൽ ഞാൻ പറഞ്ഞില്ല ഏറ്റവും കൂടുതൽ മനുഷ്യാവകാശമുള്ള രാജ്യം. പക്ഷെ ഇപ്പം നൈജൽ ഫാറജ് എന്ന് പേരുള്ള ഒരാൾ 2 വർഷം ഒരു പാർട്ടി ഉണ്ടാക്കി. കൺസർവേറ്റീവ് പാർട്ടിയാണ് അവിടെ പരമ്പരാഗത പാർട്ടി, ലേബർ പാർട്ടിയും കൺസർവേറ്റീവ് പാർട്ടി. കൺസർവേറ്റീവ് പാർട്ടിയിലും ഒരു 80% ആൾക്കാരും നൈജൽ ഫാറജിന്റെ പാർട്ടിയിലേക്ക് ജോയിൻ ചെയ്തു. ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ നൈജൽ ഫാറജിന്റെ പാർട്ടി ആയിരിക്കും മുമ്പിലെത്താൻ പോകുന്നത്. അപ്പൊ ഇത് ഞാൻ പറഞ്ഞത് ഇതൊരു നമുക്ക് കമ്പാഷനൊക്കെ വേണം. പക്ഷെ കമ്പാഷന്റെ പേര് ചിലർ എക്സ്പ്ലോയിറ്റേഷൻ വരുമ്പോൾ സ്വാഭാവികമായ പ്രതികരണം ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ നമ്മൾ പറയും ട്രംപ് ചെയ്യുന്നതാണ് ശരിയെന്ന്. എൻ്റെ പേര് റാണി. എൻ്റെ ചോദ്യം നമ്മുടെ കേരളത്തിലെ നേഴ്സുമാരുടെ സമരത്തെക്കുറിച്ചാണ്. അവരുടെ ഈ സമരം തീർക്കാനായിട്ടുള്ള എന്തൊക്കെ മാർഗങ്ങളാണ് ഇതിന് മുന്നിലുള്ളത്? ഞാൻ അമേരിക്കയിലായിട്ട് കൂടി
എല്ലാ ദിവസവും 2-3 തവണ ഈ ജാസ്മിൻ ഷാടക്കുള്ള നേഴ്സിംഗ് സംഘടനാ നേതാക്കളുമായി സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ വലിയ തോതിൽ അവർക്കെതിരെ പ്രചരണം നടക്കും, വലിയ തോതിൽ. ഭയങ്കര കഷ്ടമാണ്. പ്രത്യേകിച്ച് എനിക്ക് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ലീഡേഴ്സിനോട്, അച്ഛന്മാരോടൊക്കെയുള്ള പരാതി, അവർക്ക് ഈ ദുഷ്പ്രചരണത്തിന് എന്തിനാണ് കൂട്ടുനിൽക്കുന്നതെന്നോ എനിക്ക് പിടികിട്ടുന്നില്ല. ഞാൻ ഈ കമ്മ്യൂണിറ്റിയായിട്ട് വളരെ സഹകരിച്ച് പ്രവർത്തിക്കുന്ന ആളാണ്. അവരെ പ്രതിസന്ധിയിൽ പിന്തുണച്ചു കൊണ്ടുവന്ന ആളാണ്. ഇപ്പം ഇന്നും ഞാൻ വാർത്ത ചെയ്തിട്ടുണ്ട്. പക്ഷെ സമരം ഏതാണ്ട് അവസാനിക്കുന്ന ഒരു സൂചനയാണ് ഇപ്പോൾ. ഇന്ന് രാവിലത്തെ അപ്ഡേറ്റ് അനുസരിച്ച് ആകെ 497 ആശുപത്രിയിലായിരുന്നു സമരം ഉണ്ടായിരുന്നു. അതിൽ ഏതാണ്ട് 22 ആശുപത്രി ഒഴികെ ബാക്കി എല്ലായിടത്തും ധാരണയിലായി. പക്ഷെ 22 ആശുപത്രി പവർഫുൾ ആശുപത്രിയാണ്. ഉദാഹരണത്തിന് ആസ്റ്റർ 7 ആശുപത്രിയുണ്ട്. അവരാണ് കേരളത്തിലെ ഏറ്റവും 3500 കോടിക്ക് ബ്ലാക്ക്, ഇവിടുത്തെ അമേരിക്കൻ കമ്പനി വാങ്ങിയിരിക്കുന്നത് ബ്ലാക്ക് സ്റ്റോൺ, അതാണ് 7 ആശുപത്രി. ബേബി മെമ്മോറിയൽ, രണ്ടാമത് കാരിത്താസ്, അങ്ങനെ ഒരു 20-22 ആശുപത്രിയുണ്ട്. ഈ ആശുപത്രികൾ വഴങ്ങുന്നില്ല. ഈ ആശുപത്രികൾ വഴങ്ങാത്തത് കൊണ്ടാണ് ഈ ആശുപത്രി മാനേജ്മെന്റിന്റെ സംഘടന ഇപ്പം ഉടക്കി നുണ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. പക്ഷേ ഈ വഴങ്ങിയിരിക്കുന്ന ആശുപത്രികൾ പറഞ്ഞിരിക്കുന്ന ഒരു ആവശ്യം ഞാൻ ഇവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് പറയുകയാണ്, ഞങ്ങളെ കുഴപ്പത്തിലാക്കരുത്. കാരണം നിങ്ങളുമായിട്ട് ഞങ്ങൾ സംസാരിച്ച് ധാരണയിലെത്തി കഴിഞ്ഞിട്ട് ഇനിയിപ്പം ഞങ്ങളെ കുഴപ്പത്തിലാക്കരുത്. ഇവർ പേടിച്ചാണ് വെളിയിൽ പറയാത്തത്. പക്ഷേ ഇപ്പോൾ ഹൈക്കോടതി ഇടപെട്ടിട്ടുണ്ട്. ഹൈക്കോടതി ഒരാഴ്ചത്തേക്ക് സമരം നിർത്തിവെക്കാൻ പറഞ്ഞു, ചർച്ചയ്ക്ക് പോകാൻ പറഞ്ഞു. വളരെ പോസിറ്റീവായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഈ ആശുപത്രികൾ ചർച്ചയ്ക്ക് തയ്യാറല്ലായിരുന്നു. ചർച്ചയിൽ ന്യായമായ ആവശ്യമല്ലേ വെക്കുന്നത്. 40,000 മിനിമം വേജസ് ചോദിക്കുന്നത്, 32,000 സമ്മതിച്ചു. ഇപ്പം ധാരണ എത്തിയിരിക്കുന്നു പറഞ്ഞാൽ 32,000 മിനിമത്തിൽ തുടങ്ങി 62,000 വരെ സീനിയോറിറ്റി അനുസരിച്ച് വിജയിക്കും. ഈ കാര്യത്തിൽ തർക്കവും വേണ്ട. ഞാനവിടെ ചെല്ലാത്തൊരു വിഷമം അവർക്കുണ്ട്. ഞാൻ നിരന്തരം സഹകരിക്കുന്നുണ്ട്. ഞാൻ ഈ വെപ്രാളപ്പെട്ട് തിരിച്ചു പോകുന്നതും ഈ നഴ്സിംഗ് സമരം അവിടെ നടക്കുന്നത് കൊണ്ടാണ്. ഒരു സംശയവും വേണ്ട. കേരളത്തിലെ UNA ഉള്ള ആശുപത്രികളിൽ മിനിമം 32,000 രൂപ അടിസ്ഥാന ശമ്പളം ആക്കിയിരിക്കും. സംശയം വേണ്ട. എനിക്ക് അനുബന്ധ ചോദിക്കാനുള്ളത്, ഈ ചില ഹോസ്പിറ്റൽ ഇവര് ഇത്രയും വലിയ ആൾക്കാരാണ്, വലിയ ഹോസ്പിറ്റൽ നടത്തുന്നവരാണ്. ഇവർക്ക് ഈ നേഴ്സുമാരെ മുഴുവൻ പിരിച്ചുവിട്ടിട്ട് പുതിയ നേഴ്സുമാരെ എടുത്ത് ഇവിടെ പ്രസ്ഥാനം ഓടിക്കാൻ സാധിക്കുമോ? പ്രയാസമാണ്. ഒന്ന്, അത്രയും നേഴ്സുമാർ ലഭ്യമല്ല. 2, അത്ര എളുപ്പത്തിൽ പിരിച്ചുവിടാൻ പറ്റത്തില്ല. ഒരു ആശുപത്രിയിൽ പിരിച്ചുവിടുമ്പോൾ ഞാൻ പോലും നമ്മളൊരു സ്ഥാപനത്തിൽ 11 മാസത്തിൽ കൂടുതലാണ് ജോലി ചെയ്താൽ അത്ര എളുപ്പത്തിൽ പിരിച്ചുവിടാൻ പറ്റത്തില്ല. പിരിച്ചുവിട്ട് കഴിഞ്ഞാൽ ഇവർക്ക് അതിനേക്കാൾ വലിയ നഷ്ടമാവും. അത്ര എളുപ്പമല്ല. ലേബർ നിയമങ്ങൾ കർശനമായിട്ടുണ്ട്. അത്ര എളുപ്പത്തിൽ പിരിച്ചുവിടാം. അങ്ങനെയാണ് അവർ പണ്ടേ വരെയല്ല പിരിച്ചുവിട്ടത്. പണ്ടേ പിരിച്ചുവിടും. അങ്ങനെ അത്ര എളുപ്പത്തിൽ പിരിച്ചുവിടാൻ പറ്റത്തില്ല. അച്ചടക്ക നടപടിയുടെ ഭാഗമായിട്ട്. പക്ഷെ സമരത്തിന് വേണ്ടി പറ്റില്ല. എൻ്റെ പേര് വാസു, ഞാൻ ബാങ്ക് ഓഫ് അമേരിക്കയിൽ ജോലി ചെയ്യണം. താങ്ക് യു. ഒരു ചോദ്യമുള്ളത്, ഈ സാധാരണ ഈ മീഡിയ എന്ന ആൾക്കാർ പൊളിറ്റിക്സിലേക്ക് മാറും. കുറേ മീഡിയ പ്രവർത്തനം കഴിയുമ്പോൾ നാച്ചുറലി ദാറ്റ്സ് എ പ്രോഗ്രഷൻ. സാറിന് അങ്ങനെ വല്ല താല്പര്യമുണ്ടോ? ഒരു സിമ്പിൾ ചോദ്യം. ഈ തെരഞ്ഞെടുപ്പിലും സ്ഥാനാർത്ഥിയാവാൻ എൻ്റെ മേൽ സമ്മർദ്ദമുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ ആദ്യത്തെ ചോദ്യം ചോദിച്ച ആൾ ചോദിച്ചതുപോലെ ഒരുപക്ഷെ എൻ്റെ പേരിൽ മീഡിയ അന്വേഷണമൊക്കെ വന്നേക്കാം. കാരണം ഞാൻ വിസമ്മതിച്ചിട്ടുണ്ട് മത്സരിക്കാനായിട്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിശ്വസിക്കുന്നത്, അഹങ്കാരമായിട്ട് ആരും കരുതരുത്, എന്നോട് ഈ സീറ്റ് മത്സരിക്കണമെന്ന് പ്രഷർ ചെയ്ത ആളുകളോടൊക്കെ ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. എൻ്റെ അടുത്ത് ചോദിച്ചു, ഞാൻ ചെയ്ത വലിയ ആളുകൾ, 140 MLA കേരളത്തിലുണ്ട്. എത്ര പേരുടെ പേര് നിങ്ങൾക്ക് പറയാൻ പറ്റും? പറ. 140 പേരുടെയും പേര് ഇപ്പം പറയുകയാണെങ്കിൽ ഞാൻ മത്സരിക്കാം. ഒരാൾക്കും 140 MLA പേരറിയത്തില്ല. ഇപ്പം എൻ്റെ രണ്ടാമത്തെ ചോദ്യം, എന്നെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം, ഞാൻ ഉന്നയിക്കുന്ന വിഷയങ്ങൾ നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ 140 MLA ഞാനാണോ ഉയർന്ന പോസ്റ്റിലുള്ളത്? അപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഞാൻ ഇപ്പോൾ ഉള്ള അവസ്ഥയിൽ നിന്ന് താഴോട്ട് പോകണമെന്നാണോ? അതോടുകൂടി ഈ ചോദ്യം ചോദിക്കുന്ന ആളുകളൊക്കെ മാറും. ഞാൻ പറയട്ടെ, എനിക്ക് പറ്റിയ രാഷ്ട്രീയ പാർട്ടികളൊന്നുമില്ല. എനിക്കൊരു ചെറിയ പ്രതീക്ഷ ഉണ്ടായിട്ടുള്ള 2 പാർട്ടികളോടാണ്. ആ പ്രതീക്ഷ 2 പേരും പിന്നീട് നിരാശരാക്കുക. ഒന്ന് ആം ആദ്മിയോടും, 2 2020യോടും. എനിക്കൊരു ചെറിയ പ്രതീക്ഷ ഉണ്ടായിട്ടുള്ള ആ 2 പാർട്ടികളോടാണ്. അതും എന്നെ നിരാശപ്പെടുത്തി. എനിക്ക് പറ്റിയ രാഷ്ട്രീയ പാർട്ടികളൊന്നുമില്ല എന്ന് മാത്രമല്ല, നിലവിൽ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ജോലി കൊണ്ട് എനിക്ക് രാഷ്ട്രീയ പാർട്ടികളെ ചില തീരുമാനങ്ങൾ എടുപ്പിക്കാനും അവരെ കൊണ്ട് തിരുത്തിക്കാനും പറ്റുന്നുണ്ട്. ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും ചിലരെ ഒഴിവാക്കാനും ചിലരെ ഞാൻ എൻ്റെ സ്വാധീനം ഉപയോഗിച്ചല്ല, മീഡിയ എന്ന നിലയിൽ ഞാൻ പറയുന്നത് ഒരു സത്യമായി ബോധ്യപ്പെടുത്തിക്കൊണ്ട് ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ട്.
ഞാൻ വിചാരിക്കുന്നത് ചെയ്യുന്നത് ഏറ്റവും വലിയ സാമൂഹ്യ പ്രവർത്തനമാണെന്നാണ്. ഇനി അഥവാ ഞാനൊരു കരിയർ ചേഞ്ച് നടത്തുകയാണെങ്കിൽ അത് വക്കീൽ പണിക്കായിരിക്കും. ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. അത് എന്തിനാന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ പഠിച്ച ഏറ്റവും ഫലപ്രദമായി യുദ്ധം ചെയ്യാൻ പറ്റുന്ന വക്കീൽ എന്ന നിലയിലാണ്. ഏത് വലിയവനെതിരെയും കറക്റ്റ് നിയമം കൊണ്ടുവന്നിട്ട് അങ്ങോട്ട് ലോക്ക് ചെയ്താൽ അവൻ വീണുപോകും. അത് വക്കീലിന് പറ്റും. ഞാൻ എന്തെങ്കിലും എനിക്ക് എൻ്റെ ഈ പണി പോരാ എന്ന് തോന്നിയാൽ ഞാൻ അടുത്തത് അപ്പക്കുപ്പായി ഞാൻ എല്ലാവരും പഠിച്ചതാണ്, എൻറോളും ചെയ്തതാണ്. എന്നിട്ട് ഞാൻ എൻ്റെ സസ്പെൻഡ് ചെയ്തിട്ടിരിക്കുക. അതായത് ഇപ്പം പ്രാക്ടീസ് അന്ന് പോയി ഞാൻ സസ്പെൻഷൻ മാറ്റി കോട്ടിട്ടാൽ ഇപ്പോൾ എന്താണ് എന്നെ പൂട്ടാൻ വേണ്ടി നടക്കുന്നവർക്ക് വേണ്ടായിരുന്നു എന്നൊരു തോന്നലുണ്ടാവും. ഇത് പൊളിറ്റിക്സും അല്ല റിലീജിയസും അല്ല, പേഴ്സണലാണ് കേട്ടോ. തീർച്ചയായും ഞാൻ ഏതാണ്ട് ഒരു 53 വർഷം മുമ്പ് ഒരു നേഴ്സിനെ കല്യാണം കഴിച്ച് അമേരിക്ക വന്നതാണ്. ഗുഡ്. റിട്ടയറായി. ഇപ്പം ഞാൻ ചെറിയ മാജിക്കൊക്കെ ചെയ്ത് അങ്ങനെ ജീവിക്കുന്നു. എൻ്റെ മാജിക് ചെയ്ത് ജീവിക്കും. മാജിക് ജീവിക്കുന്ന വെച്ചാൽ എൻ്റർടൈൻ ചെയ്തു. ഓക്കെ, താങ്ക് യു. എൻ്റെ ചോദ്യം, എനിക്കിപ്പോൾ ഏതാണ്ട് 80 വയസ്സാകുന്നു. എൻ്റെ അമ്മ എൻ്റെ കൂട്ടത്തിലായിരുന്നു. 30 വർഷത്തോളം എൻ്റെ കൂട്ടത്തിൽ ജീവിച്ചു. അപ്പം ഞാൻ ഒരു 50 വയസ്സ് പ്രായമായിരുന്നപ്പോഴത്തേനും എൻ്റെ കൂട്ടുകാരും എൻ്റെ റിലേഷൻസൊക്കെ വീട്ടിൽ വന്ന് സംസാരിക്കുമ്പോൾ തന്നെ എൻ്റെ അമ്മച്ചി വന്നു ചോദിക്കുക, എൻ്റെ മോനെ നീ എവിടുത്തെയാ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. അതാ ഞാൻ അമ്മച്ചിയെ വഴക്ക് പറയും, അമ്മച്ചി അവിടെ പോയിരിക്കുക, വല്ല കഞ്ഞി കുടിക്കുകയോ അല്ലെങ്കിൽ വല്ല പ്രാർത്ഥിക്കുകയോ ചെല്ലിക്കാൻ പറഞ്ഞാൽ അമ്മച്ചി മാറ്റി വിടുമായിരുന്നു. ഇപ്പം ആ സ്ഥിതി എനിക്ക് വന്നിരിക്കുന്നു. ഞാൻ മാജിക് ചെയ്യുന്നുണ്ട്, ഞാൻ എസ്കേപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ എനിവേ എൻ്റെ ചോദ്യം ഇതാണ്, അങ്ങനെ ഉള്ള ഇവിടെ ഇരിക്കുന്ന 50 വയസ്സായ പ്രായമുള്ള ആളുകൾ ഇവിടെ ഉണ്ടെങ്കിൽ അവരോട് എന്തായിരിക്കും പറയേണ്ടത്? അല്ല, ഞാൻ പറയുന്നത് ഇത്രേ ഉള്ളൂ. ഞങ്ങൾ 7 മക്കളാണ്. സെലി ഇവിടെ കാലിഫോർണിയയിലാണ്, ഞാൻ തിരുവനന്തപുരത്താണ്. എൻ്റെ ചേട്ടൻ അച്ഛനുണ്ട്, ഞങ്ങളുടെ ചേട്ടൻ അച്ഛനുണ്ട് പൂനെയിലാണ്, ഒരു അനിയൻ അവിടെയുണ്ട്. അങ്ങനെ ഞങ്ങൾ പല സ്ഥലത്താണ്. ഏറ്റവും വലിയ അനിയൻ മാത്രമാണ് വീട്ടിലുള്ളത്. ഞങ്ങൾ എല്ലാവരെക്കാട്ടിലും ബുദ്ധിമാനും ഏറ്റവും കൂടുതൽ പഠിച്ചതുമൊക്കെ അവൻ എന്തൊക്കെയോ വിദ്യാഭ്യാസ യോഗ്യത. പക്ഷെ അവൻ ആ ജോലിയൊക്കെ വിട്ടിട്ട് അമ്മയെ അപ്പനെ നോക്കേണ്ടതുകൊണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം വന്ന് കൃഷി ചെയ്ത് ജീവിക്കും. ഞാൻ പറഞ്ഞത്, അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം അമ്മയോടും അപ്പനോടുമുള്ള നമ്മുടെ ഇഷ്ടം നമ്മൾ പ്രകടിപ്പിക്കുന്നത് അനിയനെ പിന്തുണച്ചോളൂ. ഞാൻ പറയുന്നത് എല്ലാ മനുഷ്യർക്കും ഒരു കാര്യം വളരെ കൃത്യമാണ്. 50 വയസ്സ് കഴിയുമ്പോൾ നമ്മുടെ ഇന്നേ വരെയുള്ള ചിന്താഗതിയിൽ മാറി മാറി വരും. നമ്മൾ കുറച്ചുകൂടെ ശാന്തരാവും, നമുക്ക് പക്വതയാവുന്നതനുസരിച്ച് നമ്മൾ കുറച്ചുകൂടെ സഹിഷ്ണുതയുള്ളവരാവും. അപ്പം നമുക്ക് നമ്മുടേതായ രീതിയിൽ നമ്മുടെ എപ്പോഴും നമ്മൾ മക്കളെ അവർ സ്നേഹം ആവശ്യമുള്ള സമയത്ത് സ്നേഹിക്കുന്നില്ല. അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് തിരക്കാം. പക്ഷെ നമ്മൾ വല്യപ്പനാകുമ്പോഴാണ്, ഗ്രാൻഡ് പേരൻസ് ആകുമ്പോഴാണ് നമ്മൾ അവരെ സ്നേഹിക്കുന്നത്. ഗ്രാൻഡ് പേരൻസ് ആകാൻ ഭാഗ്യം ലഭിക്കാത്തവർക്ക് മാത്രമേ അത് കിട്ടാത്തുള്ളൂ. അപ്പം അതുകൊണ്ട് ഇതൊക്കെ ജീവിതത്തിൻ്റെ ഒരു, ഞാൻ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ മാതിരി, ആദ്യത്തെ ചോദ്യത്തിന് പറഞ്ഞ മാതിരി, ഇതൊക്കെ നമ്മുടെ ജീവിത സാഹചര്യം നമ്മളെ മാറ്റിക്കൊണ്ട് വരുന്നതാണ്. പതിയെ പതിയെ യഥാർത്ഥത്തിലുള്ള ജീവിതം എന്താണ്, സ്നേഹം എന്താണ്, മനുഷ്യബന്ധം തിരിച്ചറിയും നമ്മൾ അത് കൊടുക്കും. അവിടെ എല്ലാവരും അത് തിരിച്ചറിഞ്ഞോളൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അങ്ങനെ തിരിച്ചറിയാത്തവർ അവർക്ക് അവരുടെ മക്കളിൽ നിന്ന് അനുഭവം ഉണ്ടാകുമ്പോൾ അവർ മനസ്സിലാക്കി കൊടുക്കും. അത്രേ ഉള്ളൂ. ഷാൻചേട്ടാ നമസ്കാരം. നമസ്കാരം. എന്തും കാണുന്ന ഒരു വ്യക്തിയോട് നമുക്ക് ഒത്തിരി സ്നേഹവും ബഹുമാനവും താങ്ക് യു. എന്തെങ്കിലും കാണുമ്പോൾ 3 കാര്യങ്ങൾക്ക് പ്രധാനമായിട്ടും നന്ദി പറയുന്നത് ആഗ്രഹമുണ്ടായിരുന്നു. താങ്ക് യു. 1, ശബരിമല ഇഷ്യൂവിൽ താങ്കൾ എടുത്ത സ്റ്റാൻഡ്. 2, വഖഫ് ബോർഡില് താങ്കൾ എടുത്ത സ്റ്റാൻഡ്. 3, നഴ്സിംഗ് സഹോദരങ്ങളോടുള്ള താങ്കളുടെ അപ്രോച്ച്. ഈ 3 കാര്യങ്ങൾ എന്റെ ലൈഫിൽ ഡയറക്റ്റ് ബന്ധമുള്ള കാര്യങ്ങൾ. അപ്പൊ അതുകൊണ്ട് എനിക്ക് എപ്പോഴും, അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ന്യൂസ് അറിയണമെങ്കിൽ താങ്കളുടെ ന്യൂസ് ഞാൻ എപ്പോഴും കാണുന്നുണ്ട്. പിന്നെ അതിൽ എനിക്ക് എപ്പോഴും തോന്നുന്ന ഒരു കാര്യം, എന്നെ സംബന്ധിച്ച് ഒരാളെ കുറിച്ച് ഒരു ന്യൂസോ, ഇപ്പൊ ഞാനാണ് താങ്കളുടെ സ്ഥാനത്തെങ്കിൽ എനിക്ക് വളരെ അറിയപ്പെടുന്ന ഒരാളെ കുറിച്ച് ഞാൻ ന്യൂസ് ചെയ്യേണ്ടി വന്നാൽ, അവരെ കുറിച്ച് വളരെ നെഗറ്റീവായ ഒരു ന്യൂസ് കൊടുക്കേണ്ട സമയത്ത് എനിക്കൊരു പ്രൂഫോട് കൂടി കാര്യം കിട്ടിയാൽ എനിക്ക് ഭയങ്കരമായ ടെൻഷൻ ഉണ്ടാവും. അയ്യോ, ഞാൻ അവരുമായിട്ട് നല്ല ബന്ധമാണല്ലോ, അവരെ ഞാൻ ഇനി എങ്ങനെ ഫേസ് ചെയ്യും? കാര്യം അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോടല്ലേ തെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവർക്കൊരു ന്യൂസ് കൊടുക്കേണ്ട സമയത്ത് ചിലപ്പോൾ നമ്മളൊരു ഫാമിലി ആയിട്ടും അറ്റാച്ച്മെന്റ് ആയിരിക്കും. ആ ഒരു സമയം എല്ലാ ദിവസവും ചിലപ്പോൾ ചേട്ടന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു കാര്യമായിരിക്കും. ഇത് എങ്ങനെയാണ് ചേട്ടൻ അത് സോൾവ് ചെയ്യുന്നത്?
ജോസ് കെ മാണിയും ഫാമിലിയുമായിട്ട് എനിക്ക് വളരെ അടുപ്പമായി. അത് മാനസാറിനോടുള്ള അടുപ്പത്തിൻ്റെ തുടർച്ചയായി സംഭവിച്ച, മാനസാറിനും എല്ലാവർക്കും മക്കളോടുള്ള ഒരു കരുണയുള്ളതുപോലെ തന്നെ മാനസാറിനും ജോമോനോട് ഒരു എന്താ പറയുക, ഒരു ഞങ്ങൾ കുറച്ച് പേർക്ക് വലിയ അടുപ്പമായിരുന്നു. ജോമോൻ്റെ രാഷ്ട്രീയ തീരുമാനങ്ങളിലൊക്കെ പലപ്പോഴും കൃത്യമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം ജോസ് കെ മാണിയുടെ മകൻ 19 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞുമാണി ഈ ടയർ തേഞ്ഞു തീരാറായ ടയറുള്ള ഒരു കാർ എടുത്ത്, ഒരു ഇന്നോവ കാർ എടുത്ത് അതിവേഗതയിൽ ഓടിച്ച് അപകടമുണ്ടാക്കി 2 കുട്ടികൾ അപകടത്തിൽ വെച്ച് മരിച്ചു പോകും. വണ്ടി ബൈക്ക് ഇടിച്ചതാണ്. ഈ വാർത്ത സ്വാഭാവികമായും പോലീസ് സംരക്ഷിക്കാത്ത ലക്ഷ്യത്തിൽ അൺനോൺ എന്നാണ് പ്രതികളുടെ പേര് ചേർത്തത്. അങ്ങനെ അങ്ങ് പോയതാണ്. പക്ഷെ ആ കുട്ടികളെ അറിയാവുന്ന ഒരാൾ എനിക്ക് പറഞ്ഞു, നിങ്ങളെങ്കിലും സത്യം വിളിച്ചു പറയണം, ഇതാണെന്ന് പറഞ്ഞ് ഞാൻ അന്വേഷിച്ചപ്പോൾ സത്യമാണ്. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ജോസ് കെ മാണിയുടെ മകൻ, എനിക്കറിയാവുന്ന കുഞ്ഞുമാണിയാണ് അപകടം ഉണ്ടാക്കിയത്. ഞാൻ ആകെ ക്രൈസിസിലെ, ഒന്ന് ഇത് അപകടമാണ്, ആക്സിഡന്റ്, അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. പക്ഷേ രണ്ടാമത്തെ കാര്യം, 2 പിള്ളേരായി മരിച്ചുപോയി, ആ വീട് അനാഥമായി. ആ മരിച്ചുപോയ ഒരു പയ്യന്റെ ഭാര്യ ഗർഭിണിയാണ്. ആ പാവപ്പെട്ട വീട്ടിലെ ആ വീട്ടിലേക്കൊന്ന് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. അപ്പം നമ്മൾ ശരി തെറ്റ് നോക്കി നോക്കുമ്പോൾ ശരി കൂടുതൽ ആ കുടുംബത്തിനൊപ്പം, പാവപ്പെട്ട കുടുംബത്തിനൊപ്പം. അപ്പം ഞാൻ ശക്തമായ രീതിയിൽ ആ കുടുംബത്തിന് വേണ്ടി നിലപാടെടുത്തു. അതിന് ഗുണമുണ്ടായി. ജോസ് കെ മാണി കുടുംബം സന്ദർശിച്ചു, ആ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ ഏറ്റെടുത്തു, വളരെ ഉത്തരവാദിത്തോടെ എല്ലാം ചെയ്തു. പക്ഷെ ഇപ്പോഴും ജോസ് കെ മാണിയുടെ ഭാര്യയ്ക്ക് എന്നോട് കടുത്ത കണക്കാണ്, ജോസ് കെ മാണിക്കില്ല. എനിക്ക് ആ കുടുംബം ഉണ്ടെങ്കിൽ ബന്ധം പോയി. അത് എൻ്റെ തൊഴിൽ ചെയ്യുമ്പോൾ ഞാൻ ഗണേഷ് കുമാറിനെതിരെ നിരന്തരം അറ്റാക്ക് ചെയ്യുന്ന ആളാണ്. പക്ഷെ ഗണേശൻ മിടുക്കനായ രാഷ്ട്രീയക്കാരനാണ്. പക്ഷെ പൊളിറ്റീഷ്യൻ്റെ ധാർമ്മികത ഒട്ടുമില്ല. മാത്രമേ ഒത്തിരി കുഴപ്പങ്ങളുണ്ട്. ഇത് പറഞ്ഞ് ഞാൻ അത് അറ്റാക്ക് ചെയ്യുന്ന ആളാണ്. പക്ഷെ ഇത് അങ്ങേർക്ക് മനസ്സിലായി, എൻ്റെ ഈ അറ്റാക്ക് അങ്ങേർക്ക് രാഷ്ട്രീയമായി ദോഷം ചെയ്യുന്നത്. ആർക്കും അഭിമുഖം കൊടുക്കാത്ത ഗണേശ് ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് എനിക്കൊരു അഭിമുഖം തരാൻ താല്പര്യമുണ്ട്, എടുക്കാമെന്ന് ചോദിച്ചു. എൻ്റെ പോളിസി, ആരിപ്പം എനിക്ക് ഏറ്റവും എന്നെ രാഷ്ട്രീയമായി ജീവിതത്തിൽ ഉപദ്രവിച്ചിട്ടുള്ള 2-3 പേരിലുള്ളൂ. ഒരാൾ ഏറ്റവും എന്നെ തകർക്കാൻ ശ്രമിച്ചൊരു മുതലാളി, അയാളുടെ പേര് പറയരുത്, കോടതി പറഞ്ഞിട്ടാണ്, ഞാൻ പറയുന്നില്ല. 2 PV അൻവറാണ്. അൻവർ എന്നോട് ഇന്റർവ്യൂവിന് തയ്യാറായി വന്നാലും ഞാൻ ഇന്റർവ്യൂ എടുക്കും. ഇതാണ് എൻ്റെ രീതി. കാരണം അൻവറിന് പറയാനുള്ളത് ലോകം കേൾക്കണമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പം ഗണേശിന് ഇന്റർവ്യൂ ഞാൻ എടുത്തു. നല്ല സമർത്ഥനായ രാഷ്ട്രീയക്കാരനായത് കാരണം. പിന്നെ എൻ്റെ ഇന്റർവ്യൂവിൻ്റെ പ്രത്യേകത, എൻ്റെ വീഡിയോകൾ പോലല്ല. എൻ്റെ വീഡിയോകളിൽ ഞാൻ അനീതിക്കെതിരെ കടന്നാക്രമിക്കും. എൻ്റെ ഇന്റർവ്യൂകൾ ആരെയും ആക്രമിക്കാനോ ആരെയും ഉത്തരം മുട്ടിക്കാനോ, എൻ്റെ ഇന്റർവ്യൂ കണ്ടിട്ടുള്ളവർക്കറിയാം, ഉത്തരം മുട്ടിക്കാനോ ഒരാൾക്ക് പറയാനുള്ളതാണ്. ഗണേശ് മനോഹരമായി സംസാരിച്ചു. ഗണേശിന് ഇമേജ് ആ ഇന്റർവ്യൂവിനോട് ഉയർന്നു. അതിൻ്റെ അടിയിലെ കമൻറ്റ് നോക്കിയാൽ അറിയാം, ഇങ്ങനെയായിരുന്നു, എനിക്ക് ബഹുമാനം തോന്നുന്നു വന്നു. ഗണേശ് വളരെ സന്തുഷ്ടനായി എന്നെ ടെലിഫോണിൽ വിളിക്കാൻ തുടങ്ങി. ഭയങ്കര ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിൻ്റെ ഇടയിലാണ് ഈ കഴിഞ്ഞ ദിവസം ഗണേശിന്റെ പെണ്ണുപിള്ള പത്രസമ്മേളനം നടത്തി ബഹളം വെച്ചത്. മിണ്ടായിരിക്കാൻ പറ്റും, ഞാൻ അമേരിക്കയില. അപ്പൊ എന്റെ മുമ്പിൽ അവിടെയും ചോദ്യം, ഇത് സ്വകാര്യ ജീവിതമല്ലേ, കുടുംബജീവിതത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാകത്തില്ലേ, അതുകൊണ്ട് ഇഗ്നോർ ചെയ്തത്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, അങ്ങനെ ഒരു തോന്നൽ രാഹുൽ മാങ്കൂട്ടത്തിനോട് ഗണേശ് കാണിച്ചില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ സദാചാരം പഠിപ്പിക്കാൻ പോയി. അപ്പൊ സ്വാഭാവികമായും ഗണേശ് വിമർശന വിധേയനാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, പോലീസ് കാവലിൽ പെണ്ണുപിടി. ഗണേശിന്റെ ജീവിത കഥ എന്ന് പറഞ്ഞ് ഞാൻ ഫുൾ കഥ, എനിക്ക് അല്ലേ തന്നെ അറിയാം നിരവധി കഥകൾ. ഗണേശ് ബുദ്ധിമാനാണ്. എന്നെ വിളിക്കുകയോ വഴക്കുണ്ടാക്കുകയോ ചെയ്തിട്ടില്ല, അറിഞ്ഞതായി നടിക്കുകയില്ല. ഞാൻ 3 ദിവസം കഴിഞ്ഞ് ഗണേശിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയെ വിളിച്ചു. ചേട്ടാ എന്നാണ്ട് വിശേഷം? ഓ സുഖമായിരിക്കുന്നു. ചേട്ടൻ അമേരിക്കയിലാണല്ലേ? ആണ്. എന്നോട് ആ പ്രൈവറ്റ് സെക്രട്ടറി ചോദിച്ചില്ല എന്തിനാ ഇങ്ങനെ ചെയ്തത്. പൊതുവെ ബുദ്ധിയുള്ളവരങ്ങനെ ചെയ്യും. ബുദ്ധിയില്ലാത്തൊരു പിണക്കം. ജോസ് കെ മാണിക്ക് പിണക്കമില്ല, ജോസ് കെ മാണിയുടെ ഭാര്യയ്ക്ക് പിണക്കമുണ്ട്. പിന്നെ ഇത് തൊഴിലല്ലേ, നമ്മൾ ചെയ്യുന്ന തൊഴിലിനോട് 100% സത്യസന്ധത പുലർത്തുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അവിടെ ചില വിഷമമുണ്ട്. അപ്പം എൻ്റെ പോളിസി, എനിക്കെതിരെ ഒരു വാർത്ത വന്നാലും, ഞാൻ എൻ്റെ ഡെസ്കിൽ പറഞ്ഞിട്ട് പിള്ളേർ പറഞ്ഞിട്ടുണ്ട്, എനിക്കെതിരെ ഒരു വാർത്ത വന്നാലും അതിന് എൻ്റെ ഭാഗം കൂടെ കേട്ടിട്ട് ശരിയാണ് കൊടുത്തോളാൻ അനുമതി, അതിന് അനുവാദം ആരുടെ വേണ്ട എന്നുള്ളതാണ് എൻ്റെ പോളിസി. എൻ്റെ പേര് ടോമി പൊട്ടുകളം. പണ്ട് ഞാൻ നാട്ടിൽ നിന്ന് വരുന്ന കാലത്ത്
കേരളത്തിൽ എല്ലാവർക്കും അമേരിക്കയിൽ നിന്ന് കേൾക്കുമ്പോഴത്തേക്ക് ഒരു റെസ്പെക്റ്റും ഒക്കെ ആയിരുന്നു. നമ്മുടെ അമേരിക്കൻ ഗോതമ്പ്, പാൽപ്പൊടി അങ്ങനെയൊക്കെ വളരെ പ്രശസ്തമായിരുന്നു, റെസ്പെക്റ്റ് ആയിരുന്നു. പക്ഷെ ഇപ്പം ന്യൂസിലാണേലും പത്രത്തിലാണേലും മറ്റേത് ന്യൂസിലാണേലും മിക്കവാറും അമേരിക്കയ്ക്ക് നെഗറ്റീവായ ഒരു കോളാണ് കാണുന്നത്. എന്താണ് അതിന് കാരണം? കേരളത്തിലുള്ള ആൾക്കാർക്ക് എന്ത് സംഭവിച്ചു? അതായത് ഈ പണ്ടും ഈ പറഞ്ഞ മാതിരി പണ്ടാണ് ഓർക്കണം. അതായത് നമ്മളിവിടെ ബുഷിനെതിരെയൊക്കെ അവിടെ നമ്മൾ ഹർത്താൽ നടത്തുമായിരുന്നു, ഓർമ്മയില്ല പണ്ട്. അതെ, 57 59 EMS സർക്കാരിനെ താഴെ ഇറക്കിയത് CA എന്നാണ് ഇപ്പോഴും ഒരുപാട് നടക്കുന്നത് കേരളത്തിൽ CPM-ന്റെ എതിരെ. അതുകൊണ്ട് പണ്ടുകൊണ്ട് ഈ സാധനം പണ്ടത്തേക്കാൾ വിസിബിലിറ്റി കൂടുതലാണ്. സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് വിസിബിലിറ്റി കൂടുതലാണ്. പണ്ട് നമ്മുടെ മുമ്പിലുള്ള ഏക വഴി എന്താണ്? ഒരാളെ വിമർശിക്കാൻ ഊമക്കത്ത് എഴുതുക, അല്ലെങ്കിൽ ടോയ്ലറ്റ് കൊണ്ടുവന്ന് എഴുതി വെക്കുക, ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോ ഒരുത്തിന് സ്വയം ഒരു ഫേക്ക് ID ഉണ്ടാക്കിയിട്ട് എന്ത് വിളിച്ചു പറയുന്ന കാലം മാറിയതിനാണ് ഒരുപാട് മാറ്റം. ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ ഡാളസിലാണെന്ന് തോന്നുന്നു, ഒരാളെന്നോട് ചോദിച്ചു വർഗീയത പ്രചരിപ്പിക്കുന്ന. യഥാർത്ഥത്തിൽ ഈ സോഷ്യൽ മീഡിയയുടെ ഒരു തെറ്റായ സ്വാധീനമാണ് ഇത് ഉണ്ടാക്കുന്നത്. അമേരിക്കയോട് റെസ്പെക്ട് ഇല്ലായ്മയൊന്നുമില്ല. അമേരിക്ക ലോകത്തെ ഏറ്റവും പവർഫുൾ ആയ രാജ്യമാണ്. റെസ്പെക്ട് ഇല്ലായ്മയില്ല. പിന്നെ കാലാകാലങ്ങളിൽ ഇവിടുത്തെ പ്രസിഡന്റുമാർ മാറുമ്പോൾ അവരുടെ പോളിസികളോടുണ്ടാവുന്ന ചില വിയോജിപ്പുകൾ, അങ്ങനൊരു അതൊന്നുമില്ല. പിന്നെ പണ്ട് ഇന്ത്യ അല്ലല്ലോ, പണ്ട് അമേരിക്കയുടെ ചോളവും ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ നമുക്ക് ഇഷ്ടം ഈ അമേരിക്കയുടെ ഒരു മെയ്സ് ഒരു ഉപ്പുമാവ് ഉണ്ടാക്കുമായിരുന്നു. അതിന്റെ മണവും അതിനൊരു കൊതിയായിരുന്നു. അത് പലപ്പോഴും കിട്ടുന്നു. മറ്റേ നൂൽ ഗോതമ്പായിരുന്നു കൂടുതലും. ആ കാലം മാറിയില്ലേ. ഇപ്പൊ നമുക്ക് എന്ത് വേണേലും അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യോ ചൈന ഇറക്കുമതി ചെയ്യാം. അപ്പൊ ആ മനുഷ്യന്റെ കാലം പണ്ട് നമ്മുടെയൊക്കെ നാട്ടിൽ ചക്ക മോഷണം പോയിരുന്നു, അറിയാമോ? അങ്ങനെ കാലം ഉണ്ടായിരുന്നു. ചക്ക മോഷണം പോകുന്ന കാലം ഉണ്ടായിരുന്നു. ഒക്കെ മാറി. ഇപ്പൊ കാലം മാറിയതിന്റെ മാറ്റമാണ്. അത്രേ ഉള്ളൂ. സന്തോഷം. ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റി ക്വസ്റ്റ്യൻ ആണ്. ഷാദിൻ എത്ര നേരം പറഞ്ഞതെന്ന് എനിക്കും മനസ്സിലായത്, ഷാദിൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാവരോടും ഫൈറ്റ് ചെയ്യുന്നു, എല്ലാവരോടും ഡയറക്റ്റ് ആയിട്ട് ഓണസ്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. അപ്പൊ ആരാണ് ഷാജിന്റെ പുറകിലെ ശക്തി? ഹൂ ഈസ് സപ്പോർട്ടിങ് യു ഫ്രം ദ ബാക്ക്? നല്ല ചോദ്യം. എന്റെ ശത്രുക്കൾ എന്ന് പറയുന്നത് എനിക്ക് പോലും അറിയത്തില്ല, അത്രയ്ക്ക് ശത്രുക്കളുണ്ട്. പക്ഷെ ഞാൻ ആ ശത്രുക്കളെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഒന്ന് പൊളിറ്റിക്കലി പിണറായിസ്റ്റുകൾ, CPM-കാരല്ല, പിണറായിസ്റ്റുകൾ. CPM-കാർക്ക് ശത്രുതയില്ല. പല CPM-കാരും എന്നോട് പറയാറുണ്ട് CPM-ന്റെ അവസാനത്തെ പ്രതീക്ഷ ഷാജനാണ്. എന്ന് വെച്ചാൽ പിണറായി ഇറക്കിവിട്ടാൽ മാത്രമേ പാർട്ടി പിടിച്ചു കിട്ടുമെന്ന് അവർക്കറിയാം. 2 പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾ, അത് മുസ്ലിമുകളല്ല, മുസ്ലിം മതവിശ്വാസികളല്ല, പൊളിറ്റിക്കലി, അതായത് നമ്മൾ സുഡാപ്പികൾ എന്നൊക്കെ വിളിക്കുന്ന ഈ പറയുന്ന SDPI, പോപ്പുലർ ഫ്രണ്ട്, ജമാഅത്ത് ഇസ്ലാമി, മീഡിയ വൺ, ഇത്തരത്തിലുള്ള ഒരു എലമെന്റുകളുണ്ട്. അവർ സോഷ്യൽ മീഡിയയിൽ വളരെ ശക്തമാണ്. ഞാൻ സമൂഹത്തിൽ ഇറങ്ങി നടക്കുമ്പോൾ സാധാരണ മുസ്ലിം സഹോദരങ്ങൾ എന്നെ കെട്ടിപ്പിടിക്കാറുണ്ട്. പക്ഷെ അവർക്ക് വെളിയിൽ പറയാൻ ധൈര്യമില്ല. കാരണം അവരുടെ ഈ സംവിധാനത്തെ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ് ഈ പൊളിറ്റിക്കൽ ഇസ്ലാംസ്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല, കാന്തപുരത്തിന്റെ ഓഫീസിൽ എന്നെ വിളിച്ച് എനിക്ക് ഭക്ഷണം തന്നു, പക്ഷെ ഫോട്ടോ എടുത്ത് വെളിയിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞു, കൊടുക്കരുതെന്ന് പറഞ്ഞു. അതാണ് രണ്ടാമത്തെ വലിയ ശത്രുക്കൾ. മൂന്നാമത്തെ വലിയ ശത്രുക്കൾ എന്ന് പറയുന്നത് അതിസമ്പന്നരായ, നിയമം വളച്ചൊടിച്ച് രാഷ്ട്രീയക്കാരെയും മറ്റും സൂചിപ്പിച്ച് ജീവിക്കുന്ന കുറേ പേരുണ്ട്, തട്ടിപ്പുകാർ. ഇപ്പം മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു സാധനമാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ തട്ടിപ്പ്. അവർ ചിന്തിക്കുന്നതും ഉറങ്ങുന്നതും ഒക്കെ മറ്റുള്ളവരുടെ പോക്കറ്റിൽ ഇരിക്കുന്ന പണം എങ്ങനെ അടിച്ചു മാറ്റാവുന്നതാണ്. ഇതിലേക്ക് മനുഷ്യർ വീണു. കേരളത്തിന്റെ ഒരു പ്രത്യേകത, മറ്റ് സമൂഹത്തിന് വ്യത്യസ്തമായി എല്ലാവരുടെയും കയ്യിൽ പൈസയുണ്ട്. പ്രത്യേകിച്ച് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണെങ്കിൽ റിട്ടയർ ചെയ്യുമ്പോൾ അവർ 50-60 ലക്ഷം രൂപ കിട്ടും. അവന് ആ പൈസ ആവശ്യമില്ല, കാരണം അവന് പെൻഷനുണ്ട് ജീവിക്കാൻ. ഇവൻ റിട്ടയർ ചെയ്യുമ്പോഴത്തേക്ക് മക്കൾക്ക് ജോലിയാവും, അല്ലെങ്കിൽ വിദേശം എല്ലാവരും ഒന്നെങ്കിൽ ഓസ്ട്രേലിയയിലോ അല്ലെങ്കിൽ ബ്രിട്ടനിലോ ആണ്. അപ്പൊ ഇവർ ഈ പൈസ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ തട്ടിപ്പുകാർ വന്ന് പിടിച്ച് കൊണ്ടുപോകും. ഞാൻ പറഞ്ഞ ഇടത്തരം ഈ പറയുന്ന ഒരു ഉദ്യോഗസ്ഥന്റെ കാര്യം പറയുന്നത്. ഇനി അല്ലാതെ ഗൾഫിൽ പോയി ജോലി ചെയ്ത് ജീവിതം സമ്പാദ്യം വരുന്നവൻ, ചെറുകിട കച്ചവടം, ഇവരുടെ എല്ലാം ഈ കാശുണ്ട്. ഈ കാശുള്ള ഒരു കുറഞ്ഞത് കൈ കാശ് വെച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാം, അതിന് 50 ലക്ഷം പേര് കാണും. 50 അല്ല, ഇവരെ വട്ടമിട്ട് പിടിച്ച് അടിച്ചു മാറ്റുന്ന വലിയൊരു ശൃംഖലയുണ്ട്. അവരിൽ പലരും ചട്ടയും മുണ്ടും ഇട്ട് നന്മ മരങ്ങളായി രംഗത്ത് വരുന്നവരാണ്. അവരിൽ പലരും കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനം എന്ന് പറഞ്ഞ് നുണ പറഞ്ഞ് മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ്സ് നടത്തുന്നവരാണ്.
ഇങ്ങനെയുള്ള ആളുകൾ ഇവിടെ വന്നുകൊണ്ടിരിക്കും. അവർക്ക് ആരാധകരുണ്ടാവും. അവർക്ക് പിതൃപ്പം അൽ മുക്താദിന്റെ സ്വർണ്ണക്കടയെ കുറിച്ച് ഞാൻ കുറേ വാർത്തയുണ്ട്. അന്ന് മുതലേ ഞാൻ പറഞ്ഞ തട്ടിപ്പാണ്. ആരാധന അനുഭവിച്ചത് പാവപ്പെട്ട മുസ്ലിം കമ്മ്യൂണിറ്റിയുള്ളവർ. അന്ന് എന്നെ വർഗീയവാദിയാണെന്ന് പറഞ്ഞു. ഇപ്പൊ അവരെല്ലാം എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞത് ശരിയാണ്. ഇവർക്കെതിരെ നമ്മുടെ നാട്ടിൽ ആരും ശബ്ദിക്കില്ല. കാരണം എന്താണെന്നറിയോ? വളരെ സിമ്പിളാണ്. കേരളത്തിൽ ചാനലുകൾക്കും പത്രങ്ങൾക്കും പരസ്യം കൊടുത്താൽ മതി. ഏത് വിഷവും വിൽക്കാം, ഏത് തട്ടിപ്പ് നടത്താം. പക്ഷേ അതാണ് നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ. അതിൽ നിന്ന് വ്യത്യസ്തമായി ഞാൻ ചെയ്യുന്നു. സാമ്പത്തിക നഷ്ടമുണ്ട്, കേസുണ്ട്. എൻ്റെ കയ്യിലുള്ള കേസ് ഞാൻ പറഞ്ഞല്ലോ, വലിയ സമ്പന്നർ. എനിക്കെതിരെ ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ അഭിഭാഷകനാണ് മുകുൾ റോത്തോഗി. എനിക്കെതിരെ 2 കേസിൽ മുകുൾ റോത്തോഗിയാണ് വാദിക്കുന്നത്. എനിക്കെതിരെയുള്ള കക്ഷികൾക്കെതിരെ അയാൾക്ക് ഒരു ദിവസത്തെ ഒരു അപ്പിയറൻസിന് 50 ലക്ഷമാണ് എനിക്കെതിരെ വാദിക്കുന്നതാണ്. ഇതിനെതിരെയൊക്കെ നമുക്ക് നഷ്ടം സഹിക്കേണ്ടി. അപ്പൊ പിൻബലം എന്തെന്ന് ചോദിച്ചാൽ അങ്ങനെ കാര്യമായ പിൻബലമില്ല. പക്ഷേ ലോകത്തിന്റെ നാനാഭാഗത്തുള്ള ഇപ്പൊ നിങ്ങളെ പോലെ നമ്മുടെ രാജ്യത്തുമുള്ള സത്യം നിലനിൽക്കണമെന്ന് വിശ്വസിക്കുന്ന ആളുകൾ സഹായിക്കും. അവരുടെ പിന്തുണ, അവരുടെ ഇൻഫർമേഷൻ. എന്ന് ഞാൻ എൻ്റെ വരുമാനം കൊണ്ട് മാനേജ് ചെയ്യാൻ കഴിയാതെ വരുന്നുവോ അന്ന് ഞാൻ ഇവരോട് ചോദിച്ച പണം തരും. 2023 എന്നെ പിണറായി വിജയൻ വേട്ടയാടാൻ തീരുമാനിച്ച് അമേരിക്കയ്ക്ക് പോകുന്ന അയാൾ ഇവിടെ പോരുമ്പോഴാണ്, ഇരുമ്പ് കസേരയുടെ സമയത്താണ് എന്നെ പിടിച്ചകത്തിടാൻ ഉത്തരവിട്ട്. അന്ന് എൻ്റെ ഓഫീസിലേക്ക് പൈസയുമായി മനുഷ്യർ വരുമായിരുന്നു. ഞങ്ങൾ മേടിച്ചില്ല. എൻ്റെ കൃഷിയിടത്തിൽ, എനിക്ക് കൃഷിയിടത്ത് എല്ലാവർക്കും അറിയാം. ഞാൻ വൈകുന്നേരം 4 മുതൽ 7 വരെ കൃഷി ചെയ്യുന്ന ആളാണ്. എന്നെ ഫോളോ ചെയ്യുന്ന മിക്കവർക്കും അറിയാം. അവിടെ ഞാൻ പണിയെടുത്തോളാന്ന് പറഞ്ഞ ആളുകൾ വരുമായിരുന്നു. ഒരാളോട് ഞാൻ പണം മേടിച്ചില്ല. കാരണം എൻ്റെ അധ്വാനത്തിൽ നിന്ന് എനിക്കിതൊക്കെ നടത്താൻ കഴിയുന്നിടത്തോളം കാലം ആരുടെയും സാമ്പത്തിക സമ്മേളിക്കുക. പക്ഷെ എന്ന് എനിക്ക് ഈ ഫൈറ്റിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരുന്നുവോ അന്ന് ഞാൻ ജനത്തോട് പറയുകയാണ്, ഞാൻ ഇത്ര കാലം യുദ്ധം ചെയ്തു നീതിക്ക് വേണ്ടി, ഇത്ര സുതാര്യമായിരിക്കണം, ഇത്രയധികം വരുമാനം ഞാൻ ഇതിനു വേണ്ടി ചെലവാക്കി, ഇപ്പോൾ എൻ്റെ അവസ്ഥ ഇതാണ് എന്ന് പറഞ്ഞാൽ സത്യം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യർ, ഞാൻ അറിയാത്ത മനുഷ്യർ എന്നോട് എൻ്റെ കൂടെ ലൂസ് ഡോഗ് ഇരിക്കുന്ന ആത്മാവും പറഞ്ഞിരിക്കെ, വഴി നിൽക്കുമ്പോൾ വണ്ടി കൊണ്ട് നിർത്തിയിട്ട് എത്ര ലക്ഷം രൂപ വേണേലും ചോദിച്ചാൽ മതി തരാമെന്ന് ഷായൻ സാറിന് പറഞ്ഞേക്കും ഒരാൾ പറഞ്ഞിട്ട് പോയിരുന്നു. തിരുവനന്തപുരത്ത് നിംസ് എന്ന് പറഞ്ഞൊരു ആശുപത്രിയുണ്ട്. നിംസ് ആശുപത്രി ഒരു മുസ്ലിം മാനേജ്മെന്റിന് കീഴിലുള്ള ആശുപത്രിയാണ്. മുസ്ലിം മാനേജ്മെന്റ്. ഫൈസൽ ഖാൻ എന്ന് പറയുന്ന ഒരാളാണ് ആശുപത്രിയുടെ ഉടമ. എന്നോട് പറഞ്ഞത്, ഷാജൻ, നിങ്ങൾക്ക് 100 കോടി രൂപ വേണമെങ്കിലും ഞാൻ ഉണ്ടാക്കി തരുന്നു. നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന പ്രവൃത്തി അങ്ങനെ തുടരാൻ 100 കോടി രൂപ വേണമെങ്കിലും ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. ഒരാളോടും 1 രൂപ പോലും വാങ്ങിയിട്ടില്ല. എൻ്റെ കേസിന്റെ പീക്കിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായപ്പോൾ കിറ്റക് സാബു ചോദിക്കാതെ തന്നെ 25 ലക്ഷം രൂപ തന്നു. ഞങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് മരവിച്ചു. പക്ഷെ കേസ് കഴിഞ്ഞപ്പോൾ തന്നെ തിരിച്ചു കൊടുത്ത പൈസ. സാബു പറഞ്ഞു, വേണ്ട, ഇത് സത്യത്തിനുള്ള. ഞാൻ പറഞ്ഞു, സത്യത്തിന് ദൈവം നമുക്ക് തരുന്നുണ്ട്. അവിടെ തൽക്കാലം എനിക്ക് ഈ സത്യം എന്നെ പിന്തുണയ്ക്കുമെന്ന വിശ്വാസമുണ്ട്. എന്നാണോ സത്യത്തിന് ഒറ്റയ്ക്ക് എന്നെ പിന്തുണയ്ക്കാൻ കഴിയാതെ വരുന്നത്, അന്ന് എൻ്റെ പ്രേക്ഷകർ, എന്നെ ഇഷ്ടപ്പെടുന്നവർ എന്നെ പിന്തുണയ്ക്കും. അത് ഉത്തമ ബോധ്യത്തിൽ പോവുകയാണ്. താങ്ക് യു. എൻ്റെ പേര് റോബർട്ട് ചെല്ലക്കുടൻ. ഞാൻ 28 വർഷമായിട്ട് അമേരിക്ക താമസിക്കുന്ന വ്യക്തിയാണ്. എൻ്റെ ക്വസ്റ്റ്യൻ, ഒരു ഇൻഡിപെൻഡൻറ്റ് ഓൺലൈൻ ന്യൂസ് മീഡിയ നടത്തുന്നതിൻ്റെ മെയിൻ ചാലഞ്ചസ് എന്താണ്? പിന്നെ അതിനോട് ചേർന്നുള്ളൊരു ക്വസ്റ്റ്യൻ, ഇപ്പം ഷാജി ചെയ്യണ ഓരോ ന്യൂസിൻ്റെയും അതിൻ്റെ ആക്യുറസിയും ഇൻറ്റഗ്രിറ്റിയും എങ്ങനെയാണ് ഉറപ്പാക്കുന്നത്? എസ്പെഷ്യലി ഒരു എന്താ പറയുക, ഒരു നാഷണൽ ഇൻ്റർനാഷണൽ ന്യൂസ്. ഇപ്പം റീസെൻ്റായിട്ടൊന്നും ചെയ്തത് അമേരിക്ക ഇന്ത്യ ട്രേഡ് ഡീൽ, അത് ഫെയർ ഡീലായിരുന്നോ അല്ലേ എന്നുള്ളത് അതാണ് ഇപ്പം പെട്ടെന്ന് എൻ്റെ ഓർമ്മയിൽ വന്നത്. അപ്പോൾ ഇതുപോലത്തെ കാര്യങ്ങളെ പറ്റി എങ്ങനെയാണ് പഠിച്ച് ന്യൂസ് ചെയ്യുന്നത്? ആദ്യത്തെ എന്നായിരുന്നു അമേരിക്കയുടെ പോലെ ആദ്യത്തെ എന്നായിരുന്നു ഉറപ്പാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു. അതിന് മുമ്പത്തെ ചോദ്യം എന്നായിരുന്നു? ചലഞ്ചസ്. അതായത് ഞാൻ ഇൻഡിപെൻഡന്റ് ഏറ്റവും വലിയ ചലഞ്ച് എന്ന് വെച്ചാൽ IT ആക്ട് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഡിഫേമേഷൻ കേസ് മാത്രമേ വരത്തുള്ളായിരുന്നു. നമ്മളൊരു വാർത്ത ചെയ്താൽ ഡിഫേമേഷൻ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിവിൽ ക്രിമിനലും ഉണ്ട്. ക്രിമിനൽ കേസ് വലിയ ചടങ്ങാണ്. ആരാണ് കേസ് കൊടുക്കുന്നത് അവൻ്റെ ഊപ്പാട് തെറ്റ്, അവൻ അതിൻ്റെ പുറകെ കോടതി കയറി അവൻ അവസാനം ഇടയ്ക്ക് വിട്ടിട്ട് പോകും. സിവിൽ കേസിന് അങ്ങനത്തെ ചടങ്ങില്ല. പക്ഷേ സിവിൽ കേസിൽ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ റൈറ്റ് ഉണ്ട്. 19(1)A അഭിപ്രായ സ്വാതന്ത്ര്യം.
നമ്മൾ പറയുന്നത് ശരിയാവണമെന്ന് പോലും നിർബന്ധമില്ല, ഉത്തമ ബോധ്യമുണ്ടായാൽ മതി. എന്ന് വെച്ചാൽ ഒരാളെ തകർക്കാൻ വേണ്ടിയാണ് നമ്മൾ പറയുന്നത് എങ്കിൽ പെട്ടു. പക്ഷെ നമ്മുടെ പൂർണ്ണ വിശ്വാസത്തിൽ നമ്മൾ നിഷ്കളങ്കമായി പറഞ്ഞതാണെങ്കിൽ അത് തെറ്റാണെങ്കിൽ പോലും നമുക്ക് ഊരിപ്പോരാം. ഇതായിരുന്നു ഡിഫമേഷൻ കേസിന്റെ ഇന്ത്യയിലെ സാധ്യത. ഇന്ത്യയില, അമേരിക്കയിൽ ഇപ്പോൾ ട്രംപ് എത്രയോ BBC-ക്കെതിരെയൊക്കെ എത്രയോ കോടികൾ കൊടുത്തിട്ടുണ്ട്. അമേരിക്കയിൽ അങ്ങനല്ല, കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ IT ആക്ട് വന്നതോടുകൂടി നമുക്ക് എന്തിന്റെ പേരിലും കേസെടുക്കാം. അതൊരു വലിയ ചടങ്ങാണ്. അതുപോലെ BNS-ൽ ചില പരിഷ്കാരങ്ങൾ, IPC-ൽ വന്ന പരിഷ്കാരം വന്നു. ഉദാഹരണത്തിന് സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞ് ആര് കേസ് കൊടുത്താലും കേസെടുക്കാം. IT ആക്ടിന്റെ ഏറ്റവും വലിയ കുഴപ്പമെന്ന് വെച്ചാൽ ജൂറിസ്ഡിക്ഷനാണ്. നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഒരുത്തിന് ഡൽഹിയിലോ ബോംബെയിലോ ഹൈദരാബാദിലോ ലക്നൌവിലോ ഒക്കെ കേസ് കൊടുക്കാം. കാരണം അവർ പറയുന്ന ഭാഗം എന്താണ്, ഞാൻ ഇവിടെ നിന്നാണ് ഇത് കണ്ടത്. ഇപ്പം എനിക്ക് ലക്നൗ കേസുണ്ട്, പാറ്റ്ന കേസുണ്ട്, ഡൽഹി കേസുണ്ട്, ബോംബെ കേസുണ്ട്, 6 or 7 സംസ്ഥാനത്ത് കേസുണ്ട്. പണ്ടാണ് ഇതൊക്കെ തിരുവനന്തപുരത്താണ്. അപ്പം നമ്മൾ ഇതിൻ്റെ എല്ലാം പുറകെ പോകണം. ഒരു ചലഞ്ചാണ്. പിന്നെ നമ്മുടെ നാട്ടിലുള്ള ലക്നൗവിൽ എനിക്കൊരു കേസ് വന്നു. കേസ് ഏതാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം കോടതിയുടെ വിലക്കുണ്ട്. ലക്നൗവിലെ കേസ് വന്നപ്പോൾ അസാധാരണമായ ചില ഇടപെടലുകൾ എനിക്ക് ഫീൽ ചെയ്തു. സാധാരണഗതിക്ക് ഒരു ഡിഫമേഷൻ ക്രിമിനൽ കേസിൽ നമ്മൾ വക്കീൽ അപ്പിയർ ചെയ്ത 2 കൊല്ലം വരെ നമുക്ക് നീട്ടിക്കൊണ്ട് പോകാം. ഇത് ആദ്യം അപ്പിയർ ചെയ്തപ്പോൾ തന്നെ പിറ്റേ ദിവസം ബെയിലബിൾ വാറണ്ട് വന്നു. നോൺ ബെയിലബിൾ വാറണ്ട് 3-ാം തവണ. അപ്പം ഞാൻ ചെന്നേ പറ്റും. ചെല്ലാൻ പ്ലാൻ ചെയ്ത് നമുക്ക് വളരെ കൃത്യമായ നെറ്റ്വർക്ക് ഉണ്ടായപ്പോഴാണ് മനസ്സിലാവുന്നത് ഞാൻ ഈ ലക്നൗ കോടതി ചെന്ന എന്നെ വെടിവെക്കാൻ കൊട്ടേഷൻ കൊടുത്തിരിക്കും. അത് ശരി. അപ്പം ലക്നൗവിൽ പറ്റും, കേരളത്തിൽ പറ്റത്തില്ല. അപ്പം നമ്മൾ അതിനെ മറികടന്നു എന്നുവെച്ചാൽ പോകാതെ തന്നെ നമ്മൾ അതിനെ മറികടന്നു. അപ്പം ഇത്തരം ഒരുപാട് ചലഞ്ചുകളുണ്ട്. ആ ചലഞ്ചുകളെ നമ്മൾ അതിജീവിക്കുന്നത് നമ്മുടെ ഒരു സത്യം മുറുകെ പിടിച്ചു. പിന്നെ ഇത്ര ഉള്ളൂ. എൻ്റെ എക്കാലത്തെയും പോളിസി എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഡെസ്റ്റിനി ഇതാ ഞാൻ തിരിച്ചറിഞ്ഞ് എനിക്കിത് സ്വീകരിക്കാൻ പറ്റത്തില്ല. എത്ര കാലം ചെയ്യാൻ പ്രകൃതി എന്നോട്, ദൈവം എന്നോട് പറഞ്ഞിട്ട് അത്രയും കാലം ചെയ്യുക. അതിനിടെ തീർന്നു അത്രേ ഉള്ളൂ. താങ്ക് യു. ഒന്നുകൂടെ പറഞ്ഞത് ആക്യുറസി എൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അപ്പം ഞങ്ങൾക്ക് 2ആയിട്ട് കാണാം. മറുനാടൻ മലയാളി എന്നൊരു പോർട്ടലും വായിക്കുന്ന കുറച്ച് പേരെ ഞാൻ കണ്ടു. താങ്ക് യു വെരി മച്ച്. മറുനാടൻ മലയാളി പോർട്ടൽ 2007 തുടങ്ങിയതാണ്. 2007 ഏതാണ്ട് 19 വർഷമാണ്. അതിന് തുടർച്ചയായിട്ടാണ് മറുനാടൻ TV, മറുനാടൻ മലയാളിയൊക്കെ ഉണ്ടാകുന്നത്. ഇതിൽ പല ഇതുണ്ട്. മറുനാടൻ TV ഉണ്ട്, മറുനാടൻ എക്സ്ക്ലൂസീവ് ഉണ്ട്. അതിൽ മറുനാടൻ മലയാളി എന്ന് പറയുന്ന യൂട്യൂബ്, ഫേസ്ബുക്കിലാണ് ഞാൻ വീഡിയോ ചെയ്തത്. ഞാൻ യഥാർത്ഥത്തിൽ വാർത്തയല്ല ചെയ്യുന്നത്, വാർത്താ വിശകലനമാണ്. വാർത്ത മറുനാടൻ TV വരുന്നുണ്ട്, മറുനാടൻ ഓൺലൈൻ പോർട്ടൽ, അത് എല്ലായിടത്തും വരുന്നൊക്കെ കൊടുക്കുന്നു. എക്സ്ക്ലൂസീവ്ലി നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്ന സാധനം കൊടുക്കുന്നു. പക്ഷെ ഞാൻ ചെയ്യുന്നത് സാവകാശ സമയമെടുത്ത് വാർത്ത വന്നതിന് ശേഷം അതിൻ്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കി 2 ഭാഗവും കേട്ട് ആണ്. ഉദാഹരണത്തിന് അമേരിക്കയിലെ ട്രേഡ് ഡീലുമുള്ള കാര്യങ്ങൾ നാട്ടിൽ നടക്കുന്നതാണെങ്കിൽ 2 ഭാഗവും കേൾക്കും. പോലീസിന് വിളിച്ച് അവർ ഇൻഫർമേഷൻ തരും, IAS തരും. അങ്ങനെയാണ് അമേരിക്ക പോലുള്ള സാധനങ്ങൾ. നമ്മളൊരു ഒപ്പീനിയൻ ആണല്ലോ. ഇപ്പം ഞാനിപ്പം അമേരിക്കയിലെ പത്രങ്ങളും വായിക്കും. അൽ ജസീറ, ഇറാൻ യുദ്ധമാണെങ്കിൽ ഞാൻ വാഷിങ്ടൺ പോസ്റ്റ് നോക്കും, ന്യൂയോർക്ക് ടൈംസ് നോക്കും, അൽ ജസീറ നോക്കും, BBC നോക്കും. ഇതൊക്കെ നോക്കും. ഇതിലൊക്കെ വിലയിരുത്തലുകൾ നോക്കും, വിദഗ്ധന്മാരെന്ന് പറയുന്നത്. ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടുണ്ടാണ് നമ്മളൊരു നിഗമനത്തിലേക്ക് എത്തുന്നത്. അതൊരു ഒപ്പീനിയൻ ആയതുകൊണ്ട് ഒരു കുഴപ്പമുണ്ട്. അപ്പോൾ ഇന്ത്യ അമേരിക്ക ട്രേഡ് ഡീൽ ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും പറയുന്നവരുടെ മൊത്തം നമ്മൾ നോക്കും. ഇത് പോയിക്ക് നമുക്കൊരു ലോജിക് ഉണ്ടല്ലോ, ദൈവം തന്നിരിക്കുന്ന അനലിറ്റിക്കൽ സ്കില്ലുണ്ട്. അതുകൂടെ കൂട്ടി പറയും. അത്ര ഉള്ളൂ. ചേട്ടാ, എൻ്റെ പേര് ബിൽമ. ഞാൻ ഞാൻ സെൽദീഷയോട് വളരെ അടുത്ത് ഇത് 2023 ജൂലൈ ആഗസ്റ്റ് സമയത്തൊക്കെ എല്ലാ ദിവസവും തന്നെ ചേട്ടൻ്റെ അതൊക്കെ എനിക്ക് തന്ന് അയച്ചു തന്നിട്ടാണ്. എന്റെ ക്വസ്റ്റ്യന്, ചേട്ടൻ എന്തെങ്കിലും നിർത്തണം തോന്നിയിട്ടുണ്ടോ? അല്ല, ക്രൈസിസ് നമുക്ക് പെടുമ്പോൾ നമുക്ക് തന്നെ സാധാരണപ്പെട്ട മനുഷ്യന്മാർക്ക് ഒരു വിഷമം ഉണ്ടാവില്ല. അതായത് ഇത്രയൊക്കെ ഞാൻ നല്ലതിന് വേണ്ടി ചെയ്യാൻ നോക്കിയിട്ടും എന്നെ എതിർക്കാൻ ആൾക്കാരുണ്ട്. പിന്നെ രണ്ടാമത് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഫാമിലി എന്നൊക്കെ അറിയാം, ചേച്ചിയാണെങ്കിലും അതെ. എന്തെങ്കിലും ഇവരുടെ ഭാഗത്തുനിന്ന് നിനക്ക് ഇത് നിർത്തിക്കൂടെ എന്ന് ചോദിച്ചിട്ടുണ്ടോ? അതായത് എന്റെ പേഴ്സണൽ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ചലഞ്ചസ് കൂടുമ്പോൾ വാശി കൂടുന്ന ആളാണ്. ഇപ്പൊ എന്നെ അറിയാവുന്നവർക്കറിയാം,
എന്നെ ഭയപ്പെടുത്തിയാലോ? ഇപ്പൊ പലപ്പോഴും പല വിഷയങ്ങളുടെ പിന്നാലെ നമ്മൾ പോകും. ബോബി ചെമ്മണ്ണൂരിനൊക്കെ ബന്ധം വഷളാവുന്ന അങ്ങനെയാണ്. നമുക്കൊരു വാർത്ത കിട്ടി കൊടുത്തു, തീർന്നു, അത്രേ ഉള്ളൂ. പക്ഷെ അതിന്റെ പേരിൽ എന്നെ ചലഞ്ച് ചെയ്യാനോ വെല്ലുവിളിക്കാനോ ഭയപ്പെടുത്താനോ പ്രലോഭിപ്പിക്കാനോ ശ്രമിച്ചാൽ ഞാൻ കൂടുതൽ വാശിയുള്ളയാളാവും. നേരെ മറിച്ച് എന്റെ പൊന്ന് സാറേ, എന്റെ പൊന്ന് ചേട്ടാ ഉപദ്രവിക്കുന്നു വിളിച്ച് നമ്മളെ കരഞ്ഞാൽ ഞാനങ്ങ് വിട്ടുകളയും. എന്നോട് ഒരാൾ ദയ ചോദിച്ചാൽ ഞാൻ ദയ കൊടുക്കും. എന്നെ ഭയപ്പെടുത്തിയാൽ എനിക്ക് ഏറ്റവും കലിപ്പ് പണത്തിന്റെ കാര്യം പറഞ്ഞത് ഏറ്റവും രസമുള്ളൊരു കഥയും കൂടെ അതുമായിട്ട് പറയാം. ഈ അടുത്ത കാലത്തുണ്ടായ സംഭവമാണ്. അടിമുടി തട്ടിപ്പുകാരനായ ഒരുത്തൻ ബീഹാറിലുള്ള ഹം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി പോയി ചേരുന്നു. ഒരു മൂഞ്ചിന്നോ കണ്ട് പറയുന്നൊരു മന്ത്രിയുണ്ട്. ഇയാള് മോദി മന്ത്രിസഭയിലെ ഒരു മന്ത്രിയാണ്. മാഞ്ചി ബീഹാറിലെ കക്ഷിയാണ്. ഈ കക്ഷിക്ക് അവിടെ സ്വാധീനമുള്ളത് കൊണ്ട്, ജാതി വളരെ ശക്തമാണല്ലോ, സ്വാധീനമുള്ളതുകൊണ്ട് NDAയുടെ ഘടകകക്ഷിയായി കേന്ദ്രമന്ത്രിയായി 5 MLA-മാരുണ്ട്. അപ്പൊ ഇവിടുത്തെ ഒരു തട്ടിപ്പുകാരൻ അവിടെ പോയി ഈ മാഞ്ചിയുമായി കച്ചവടം ഉറപ്പിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി NDAയുടെ ഘടകകക്ഷി എന്ന നിലയിൽ കേരളത്തിൽ BJP-യോടൊപ്പം ചേരാം, ഇവിടെ സ്ഥാനാർത്ഥിയെ മത്സരിക്കാമെന്ന് തീരുമാനിക്കും. ഇവരുടെ ലക്ഷ്യം എന്താണെന്നറിയോ മത്സരിക്കുന്നത്? കേരളത്തിലെ ഏറ്റവും ലാഭമുള്ള ഇടപെടലെന്നറിയോ രാഷ്ട്രീയത്തിൽ? അത് ഇത് കോടതി പറയാം. BJP-യുടെ സ്ഥാനാർത്ഥിയായി അവർക്ക് വിജയസാധ്യത ഇല്ലാത്ത മണ്ഡലത്തിൽ മത്സരിക്കുന്നതാണ് ഏറ്റവും ലാഭമുള്ള ഇടപാട്. വിജയസാധ്യത ഉള്ളിടത്ത് നഷ്ടക്കച്ചവടമാണ്. കാരണം അവർക്ക് ജയിക്കത്തിരുന്ന ഉറപ്പാണ്. അപ്പൊ മേളിൽ നിന്നുള്ള ഫണ്ടും കിട്ടും, നാട്ടുകാരെ മുഴുവൻ പിരിവെടുക്കുകയും ചെയ്യാം, പരമാവധി ചെലവ് കുറയ്ക്കുക, ഒരു 3-4 കോടി രൂപ ലാഭം കിട്ടും ഒരു ഇലക്ഷൻ കഴിയുമ്പോൾ. അപ്പൊ ഇതിനു വേണ്ടി ഇവർ ഘടകകക്ഷി ഉണ്ടാക്കി ഇവിടെ വന്നു. ഇപ്പൊ BJP-യിൽ ഘടകകക്ഷി എന്ന് പറയുമ്പോൾ ഇവർ പെട്ടെന്ന് ഇതിനിപ്പം തന്നെ ആർത്തി കൂടുതലാണ്, തട്ടിപ്പുകാരനാണ്, സീറ്റ് വിൽക്കാൻ തുടങ്ങി. പാർട്ടി ഞാനിപ്പോ NDAയുടെ സ്ഥാനാർത്ഥിയാക്കാൻ സീറ്റ് വിൽപ്പന തുടങ്ങി. പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഇയാള് ഒരു പരസ്യം കൊടുക്കാൻ തീരുമാനിക്കും. ഇപ്പൊ കേരളകൗമുദി ദിനപത്രത്തിൽ ആദ്യമായിട്ട് പരസ്യം കാണുന്നത്, പത്രത്തിന്റെ സൺഡേ സപ്ലിമെന്റിൽ ഈ തട്ടിപ്പുകാരന്റെ വലിയ കുരിയൊക്കെ തൊട്ടുള്ള ചിത്രസഹിതം ഹം പാർട്ടി കേരളത്തിൽ വിപ്ലവം പറഞ്ഞ് വാർത്ത വരും. ഇത് കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഇത് ഉടായ്പാണല്ലോ എന്ന്. ഞാൻ വിട്ടു. പിറ്റേ ദിവസം എന്നെ വിളിച്ചിരിക്കുക, ചേട്ടാ കേരളകൗമുദി ഇന്നലെ കണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ കണ്ടായിരുന്നു, ഞാൻ ഇന്നയാണ്. ഓ ആയിക്കോട്ടെ, എന്താ പേരെന്താ? കൊള്ളാമല്ലോ, എനിക്കൊരു വാർത്ത കൊടുക്കണം. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, പേരെന്ന് പറഞ്ഞു ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു. അപ്പം പൈസ തരാം, എന്നോട് പൈസ തരാം. പക്ഷെ ഞാൻ എന്ത് ചെയ്തു, ഇയാളുടെ സംഭാഷണം നിയമവിരുദ്ധമാണ്, റെക്കോർഡ് ചെയ്തു. എന്നിട്ട് ഞാൻ ഈ സംഭാഷണത്തിൽ എന്നെ വിളിച്ച് പൈസയ്ക്ക് വാർത്ത കൊടുപ്പിക്കാൻ ശ്രമിച്ച നേതാവിന്റെ ഫുൾ തനി നിറം ലോകത്തോട് പറഞ്ഞു. അതോടെ പാർട്ടി പൊട്ടിപ്പോയി, അത് വേറെ കാര്യം, കച്ചവടം പൊളിഞ്ഞു പോയി. അപ്പം ഇത് എന്തായിരുന്നു പറഞ്ഞു, സമ്മർദ്ദം. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു നിലപാട്. അപ്പൊ അതുകൊണ്ട് ചലഞ്ച് എനിക്ക് ഒരിക്കലും നിർത്തണം എന്ന് തോന്നിയിട്ടില്ല. സമൂഹം ഒരുപാട് പേര് എന്നെ ഈ മുസ്ലിം വിരുദ്ധനാക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായിട്ടില്ല. അത് വേറെ ഒന്നും എനിക്ക്, ഞാൻ മുസ്ലിം വിരുദ്ധനല്ല ഞാൻ. പിന്നെ തട്ടിപ്പ് വെട്ടിപ്പ് അതൊക്കെ മനുഷ്യനെങ്ങനാന്നേ. ഭാര്യ ഭർത്താവും തമ്മിൽ നമുക്ക് ഇവിടെ എല്ലാവരും തന്നെ മിക്കവരും വിവാഹിതരാ. നമുക്ക് നമ്മുടെ ജീവിത പങ്കാളിയുടെ എല്ലാ കാര്യത്തിലും യോജിപ്പുണ്ടോ? ഇല്ല. നമ്മൾ എന്തോരം ഉടക്കുണ്ടാക്കുന്ന അതിലൊക്കെ ആരും അറിയുന്നില്ലെന്നല്ലേ ഉള്ളൂ. അപ്പൊ എനിക്ക് എന്റെ ഭാര്യയോട് എന്റെ കുടുംബത്തിലുള്ളവരോട് പോലും പൂർണ്ണമായി യോജിക്കാൻ കഴിയാത്തപ്പോൾ എന്നെ ഒരു പരിചയമില്ലാത്ത ഒരുത്തർ എന്നെ കുറിച്ച് നല്ലത് പറഞ്ഞ് ശാട്ടി പിടിക്കാൻ പറ്റുമോ? അവിടെ ഐ ഡോണ്ട് മൈൻഡ്. പിന്നെ വീട്ടിലെ സമ്മർദ്ദം, എന്റെ ഭാര്യയുടെ ഒരു നിലപാടെന്ന് പറഞ്ഞാൽ എന്റെ ഏറിയല്ല എന്ന് പറഞ്ഞ് മാറിപ്പോവുക. അപ്പൊ സത്യം പറയാലോ, ഞാൻ ഭാര്യയോട് പറഞ്ഞിട്ടുണ്ട് എന്റെ വീഡിയോ ഒന്നും കാണരുത്, കാണാറില്ല, ടെൻഷൻ ഉണ്ടാക്കേണ്ട കാര്യമില്ല. മക്കൾക്ക് ഇതൊക്കെ രസമാണ്, അച്ഛൻ്റെ ചലഞ്ച് അവർക്ക് ഇഷ്ടമാണ്. അമ്മയ്ക്ക് വലിയ വിഷമമുണ്ട്, കാരണം 88 വയസ്സായി, അമ്മ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, വിഷമമുണ്ട്. പിന്നെ കുടുംബത്തിന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ഞങ്ങളുടെ മൂത്ത ചേട്ടൻ, രണ്ടാമത് ഞങ്ങൾ 7 പേര് മൂത്ത ചേട്ടൻ അച്ഛനാണ്, ഇവിടെ വന്നിട്ടുണ്ട്. അച്ഛൻ എന്നെ പോലെ തന്നെ, അച്ഛനിൽ നിന്നാവാം ഒരു പക്ഷെ എനിക്ക് വാശിയുണ്ടായത്. ചെയ്യുന്നത് ശരിയാണെങ്കിൽ അതിൽ ഉറച്ചു നിൽക്കാൻ പറയുന്ന ആളാണ്. നീതിയായിരിക്കണം, നീതിക്ക് വേണ്ടി ഏതറ്റം വരെ പോകൂ എന്ന് പറയുന്ന ആൾ. അതുകൊണ്ട് അച്ഛൻ്റെ ഒരു പിന്തുണയുണ്ട്. ഒരു പ്രതിസന്ധി ഉണ്ടായാൽ അച്ഛൻ്റെ ഒരു കോർഡിനേഷൻ ഉണ്ട്, സഹായിക്കാൻ പറ്റുന്ന ഒരു കോർഡിനേഷൻ ഉണ്ട്. അതൊരു ബലമാണ്. പിന്നെ കുടുംബത്തിൽ ഞങ്ങൾ വലിയ കുടുംബമാണ്. ഞങ്ങൾ 7 മക്കളുള്ള, അച്ഛനും കന്യാസ്ത്രീ കഴിഞ്ഞ് 5 പേരും വിവാഹിതരാണ്. ഇഷ്ടമില്ലാത്തവരുണ്ട്, പിണക്കമല്ല, കുടുംബത്തിലുള്ള മറ്റേ ഇമ്മീഡിയറ്റ് ഫാമിലി തന്നെ ഉള്ളവർക്ക് ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ ചോദിക്കുന്നവരുണ്ട്. അവരോട് ചിരിച്ചു കാണിക്കും, നമ്മളതിന് വഴക്കുണ്ടാക്കാൻ പോകത്തില്ല. അവരുടെ വിമർശനം കേൾക്കും, അതിന് മറുപടി ഒന്നും പറയത്തില്ല. കാരണം മറുപടി പറഞ്ഞ് തർക്കം ഉണ്ടാക്കാൻ താല്പര്യമില്ല, ഒരു മറുപടിയും പറയത്തില്ല. അത് അവരുടെ നിലപാടാണ്. അവരുടെ നിലപാട് അവർ പറയുന്നു, അവർക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ഞാൻ കേൾക്കും.
ഇനി നമ്മൾ അതിന് മിണ്ടാതിരുന്ന അവർക്ക് അസ്വസ്ഥ ഉണ്ടാവുമെങ്കിൽ നോക്കാം, പരിഗണിക്കാമെന്ന് പറയും, അവർ ഹാപ്പിയാവും. പക്ഷെ നമ്മൾ നമ്മുടെ ജോലിയായിട്ട് മുമ്പോട്ട്, അത്ര ഉള്ളൂ. എൻ്റെ പേര് അലക്സ്. ഞാൻ ബഹുമാനപ്പെട്ട ഷാജിൻ സാറിൻ്റെ വീഡിയോസൊക്കെ കാണുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു മാധ്യമ പ്രവർത്തകനാണ്. ഏറ്റവും അധികം സന്തോഷം ഷാജിനോടുള്ള സത്യസന്ധമായി വാർത്തകൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പ്രത്യേകിച്ച് പഹൽഗ്രാമിൽ അക്രമം നടന്ന സമയത്ത് കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളും അതിനെ അനുകൂലിച്ചുകൊണ്ട്, അതായത് മോദിജിക്ക് എതിരായിട്ടും ഭാരതം എടുത്ത നിലപാടുകൾക്കെതിരെയും ചെയ്തപ്പോൾ അതിനൊക്കെ ശക്തമായിട്ട് ഭാരതത്തിന് വേണ്ടി നിന്ന ഒരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ഷാജിൻ. അതിന് എനിക്ക് വളരെ സന്തോഷമുണ്ട്. രണ്ടാമത് എനിക്ക് വളരെ സന്തോഷം നേഴ്സുമാരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, എൻ്റെ വൈഫ് നേഴ്സാണ്, അതുകൊണ്ട് നേഴ്സുമാരുടെ ബുദ്ധിമുട്ട് കേരളത്തിലുള്ളവർക്ക് വളരെ ആ കാര്യത്തിന് വേണ്ടി ഷാജിൻ ചെയ്ത. എനിക്ക് 2 ചോദ്യമാണ് ചോദിക്കാനുള്ളത്. ഒന്ന്, ഈ വരുന്ന ഇലക്ഷന് ഞാൻ BJPയുടെ ഒരു അനുഭാവിയാണ്. എന്നെ പല ക്രിസ്ത്യനൊക്കെ കൊടുക്കാൻ എനിക്ക് സന്തോഷമുള്ളൂ. പക്ഷെ എനിക്ക് അറിയാവുന്നൊരു ചോദ്യം, ഈ വരുന്ന ഇലക്ഷന് എന്താണ് കേരളത്തിലെ നിലപാട്? BJPക്ക് എത്ര വോട്ട് കിട്ടാൻ സാധ്യതയുണ്ട്? അതാണ്. അല്ലെങ്കിൽ കേരളത്തിലെ ഇനിയും ആരാണ് അധികാരത്തിൽ വരാനുള്ള സാധ്യത? രണ്ടാമത്തെ എൻ്റെ ഒരു ചോദ്യം, കേരളത്തിൽ നിന്ന് വലിയൊരു മൈഗ്രേഷൻ, കേരളത്തിൽ നിന്ന് നല്ലൊരു ശതമാനം ജനങ്ങൾ വിദേശ രാജ്യങ്ങളിലേക്ക്, ഞാൻ വർഷങ്ങളോളം ഗൾഫിലായിരുന്നു, അതിനുശേഷം അമേരിക്ക കുടിയേറി. അത് രണ്ടാണ് എൻ്റെ ചോദ്യം. താങ്ക് യു. ഒരുപാട് സമയം എടുക്കേണ്ടതാണ്, പക്ഷെ ഞാൻ ചുരുക്കി പറയാം, കാരണം മറ്റുള്ള ചോദ്യം ചോദിക്കുന്നുണ്ട്. ഒന്ന്, ആദ്യം പിന്നെ ഉത്തരം ചോദ്യം പറഞ്ഞു. നമ്മൾ BJPയിലേക്ക് തന്നെ രാഷ്ട്രീയം. എല്ലാ മനുഷ്യർക്കും ഉണ്ടാവേണ്ട ഏറ്റവും ആദ്യത്തെ വികാരം രാഷ്ട്രസ്നേഹമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ തികഞ്ഞ രാഷ്ട്രസ്നേഹിയാണ്. എൻ്റെ രാജ്യം എന്ത് ചെയ്താലും ഭരണാധികാരികളുടെ എതിർപ്പുണ്ടാവും, പക്ഷെ എൻ്റെ രാജ്യം എൻ്റെ അഭിമാനമാണ്. എൻ്റെ മതവും എൻ്റെ കുടുംബവും പോലും എൻ്റെ രാജ്യത്തിന് ശേഷമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതിനെ പലരും പലതായി വ്യാഖ്യാനിക്കാറുണ്ട്, പക്ഷെ എൻ്റെ രാജ്യമാണ്. രാജ്യമില്ലെങ്കിൽ ഞാനില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്തരം വിഷയങ്ങൾ നിലപാടെടുക്കുന്നത്. ഫസ്റ്റ് തിങ്, പലർക്കും അങ്ങനെയല്ല കേട്ടോ, മതമാണ് രാജ്യത്തെക്കാൾ വലുത്. എനിക്ക് മതം മൂന്നാമതാണ്. എൻ്റെ ഏറ്റവും വലുത് എൻ്റെ രാജ്യം, രണ്ടാമത് എൻ്റെ കുടുംബം, മൂന്നാമത് എൻ്റെ സമൂഹം, നാലാമതാണ് എൻ്റെ മതം. അടുത്തത് കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ്. കേരളത്തെ ചുരുക്കി പറയാം, ദീർഘമായി പറയേണ്ടതാണ്. കേരളത്തിൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് 2 വലിയ പ്രതിഭാസമുണ്ട്. ഇത് എൻ്റെ ഒരു ഊഹമാണ്, ഇതിങ്ങനെ നടക്കണമെന്നില്ല. ഒന്ന്, കടുത്ത പിണറായി വിരുദ്ധ വികാരം കേരളത്തിലുണ്ട്. CPMകാർ പോലും പിണറായിക്കെതിരെ വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, കാരണം ഈ പാർട്ടി ഇല്ലാതാകും. പിണറായി വീണ്ടും അധികാരത്തിൽ വന്നാൽ പാർട്ടിക്ക് ബംഗാളിലെ അവസ്ഥയാവും. CPMകാർ പോലും പിണറായിക്കെതിരെ വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ആ സാഹചര്യം മുതലെടുക്കാനുള്ള ശേഷി UDFിനില്ല. ഇപ്പോഴും കണ്ടില്ലേ, സുധാകരനെ മത്സരിക്കുന്നു ബഹളമൊക്കെ കണ്ടല്ലോ. അങ്ങനെ ഒരു പ്രശ്നം UDFിനുണ്ട്. UDF കോർഡിനേഷനിലായിട്ടുണ്ട്. പക്ഷേ ഈ പിണറായി വിരുദ്ധ വികാരം വളരെ ശക്തമാണ്. രണ്ടാമത്തെ കാര്യം, കേരളത്തിലെ ഏറ്റവും നിർണായകമായ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് മുസ്ലിംസാണ്. ക്രിസ്ത്യാനി എക്കാലത്തും ഭൂരിപക്ഷം പേര് UDFിനൊപ്പം. ചെറിയ വേരിയേഷൻസ് ഉണ്ടാവാറുണ്ട്. ഇപ്പോഴും മെയിനൂട്ടായിട്ട് BJPക്കുണ്ട്, ഇടതുപക്ഷത്തേക്കുണ്ട്, അത് മാറി കുറഞ്ഞിരിക്കും. പക്ഷെ മജോറിറ്റി ക്രിസ്ത്യൻസ് UDFിനൊപ്പമാണ്. ഹിന്ദു 3ആയി തിരിഞ്ഞിരിക്കുന്നു: UDF, LDF, BJP. ഹിന്ദുവിൻ്റെ BJP വോട്ട് കൂടിയിട്ടുണ്ട്. ഈ വോട്ട് കൂടിയപ്പോൾ കുറഞ്ഞിരിക്കുന്നത് CPMനാണ്. കോൺഗ്രസിന് ചെയ്യുന്ന വോട്ട്, ഹിന്ദുക്കളുടെ വോട്ടൊക്കെ പണ്ടേ തീർന്നായിരുന്നു. ഭൂരിപക്ഷം നല്ല വളരെയധികം പണ്ടേ തീർന്നായിരുന്നു. അപ്പം അതുകൊണ്ട് ഈ അവിടെയും CPMന് വോട്ട് കുറവുണ്ടായി. ഹിന്ദു വോട്ടിലുണ്ടായിരിക്കുന്നത് BJPക്ക് പോയിരിക്കുന്ന വോട്ട് CPMന് കുറവ് വന്നിരിക്കുന്നു. പിണറായി വിരുദ്ധ വോട്ട് കുറവ് വന്നിരിക്കുന്നു. പ്ലസ് ഏറ്റവും നിർണായക ഘടകം, ചേഞ്ച് ഇല്ലാത്ത വോട്ട് മുസ്ലിം വോട്ടാണ്. മുസ്ലിം വോട്ടിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത് രാഷ്ട്രീയ മികവല്ല, നേരെ മറിച്ച് മോദി വിരുദ്ധ, സംഘവിരുദ്ധ വോട്ട് ബാങ്കാണ് മുസ്ലിം വോട്ട്. അവർ വോട്ട് ചെയ്യുന്നത് മോദി അധികാരത്തിൽ വന്നതിന് ശേഷം, 2014 ശേഷം, ഓർക്കുക, അതിന് മുമ്പില്ല, 2014 ശേഷം മുസ്ലിം വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് കേരളത്തിലെ മോദി വിരുദ്ധ വോട്ടാണ്. അതുകൊണ്ടാണ് 2019-ലും 2024-ലും എല്ലാ സീറ്റും, അതായത് 18 സീറ്റും 19 സീറ്റും UDF നേടിയത്. ഏത് കഴകത്ത് കെട്ടവനെ പിടിച്ച് മത്സരിപ്പിച്ചാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇനിയുള്ള കാലത്ത് അവൻ മുസ്ലിം വിരുദ്ധനല്ല, എന്നെ മത്സരിപ്പിച്ചാൽ ജയിക്കത്തില്ല, ഞാൻ മുസ്ലിം വിരുദ്ധനാണെന്നാണ് അവർ പറയുന്നത്. മുസ്ലിം വിരുദ്ധമല്ല ഒന്നും പറയാത്ത ഒരാൾ UDFിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചാൽ ജയിക്കും. എവിടെ? ലോക്സഭയിൽ. നിയമസഭയിൽ ഇവരുടെ പിന്തുണ പിണറായിക്കായിരുന്നു. പിണറായിയാണ് മോദിയെയും BJPയെയും ഫലപ്രദമായി നേരിടാൻ പറ്റിയ ആളെന്ന് അവർ കരുതിയിരുന്നത്. എന്നാൽ അൻവർ എന്ന നെറികെട്ടവൻ ഉണ്ടാക്കിയ ഏക ഗുണം എന്ന് പറയുന്നത് പിണറായി കള്ളനാണ്
എന്ന് ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയെ ബോധ്യപ്പെടുത്തി അവിടെ അവരുടെ വിശ്വാസം പൂർണ്ണമായും നഷ്ടപ്പെട്ടു. അതുകൊണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ വോട്ട് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന് പോകുന്നത് പോലെ തന്നെ ശക്തമായ രീതിയിൽ ഇക്കുറി LDF-ന് വിരുദ്ധമായി UDF-ന് പോകും. അതുകൊണ്ട് UDF ആയിരിക്കും അധികാരത്തിൽ വരുന്നത്. എന്നാൽ BJP ഇതിനു മുമ്പുള്ളതിനേക്കാൾ മെച്ചപ്പെട്ട പ്രകടനം നടത്തും. ഞാൻ പ്രതീക്ഷിക്കുന്നത് നേമം, കഴക്കൂട്ടം, മഞ്ചേശ്വരം, പാലക്കാട് ഈ 4 സീറ്റിൽ, അതായത് രാജീവ് ചന്ദ്രശേഖർ, B മുരളീധരൻ, ശോഭാ സുരേന്ദ്രൻ, എന്നെ കണ്ടുകൂടാത്തൊരു നേതാവ് സുരേന്ദ്രൻ, എന്തുവാ K സുരേന്ദ്രൻ, ഈ സുരേന്ദ്രൻ, ഈ 4 പേര് ജയിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. നമുക്ക് ഇനി ഒരു ചോദ്യം കൂടെ ചോദിക്കാനുള്ള അവസരം ഉള്ളതെന്നാണ് പറയുന്നത്. ആ ചോദ്യം ഞാനല്ല ഞാൻ എത്ര പേര് ഉത്തരം പറയാം കേട്ടോ. മൈക്ക് തന്നാ മതി അല്ലേ? ഞാൻ ചോദിച്ചിട്ട് മൈക്ക് തന്നാ മതി. ഇപ്പൊ എല്ലാം വളരെ സീരിയസ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഷാജിനോട് ചോദിക്കുന്നത്. ഞാൻ വിചാരിച്ചെന്നാ ഇതെല്ലാം മാറി വളരെ ഒരു ചെറിയ ഒരു രസകരമായ ചോദ്യം ചോദിച്ചാലോ ഞാൻ വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ട് ഇപ്രാവശ്യത്തെ ഇംഗ്ലണ്ട് ഇന്ത്യ 2020 വേൾഡ് കപ്പ് മത്സരം. അത് സഞ്ജു സാംസൺ 15ാം റൺസിൽ നിൽക്കുമ്പോൾ ഒരു ആർച്ചറാണ് പന്തെറിയുന്നത്. സഞ്ജു അടിച്ചു, ഹാരി ബ്രൂക്ക് അത് പിടിച്ചെടുക്കുകയാണ്, അവന്റെ ഡ്രോപ്പ് ചെയ്തു. പിന്നെ സഞ്ജു അടിയോടടിയാ. അതായത് എനിക്ക് 42 പന്തിൽ 89 റൺസ് നേടി അത് കളി ജയിച്ചു. ഇന്ത്യ സെമി ഫൈനൽ ജയിച്ചു, ഫൈനലിൽ ജയിച്ചു. അപ്പൊ എന്റെ ഒരു കാഴ്ചപ്പാടിൽ ആ ഹാരി ബ്രൂക്ക് ഡ്രോപ്പ് ചെയ്താണ് ആ ഗെയിം ചേഞ്ചിങ് ആയിട്ട് വന്നത്. അത് പല കമന്റേറ്റേഴ്സ് പറഞ്ഞു. എന്റെ ചോദ്യം ഇതാണ്, താങ്കളുടെ ജീവിതത്തിൽ ഒരുപാട് അനുഭവം, എനിക്ക് തോന്നുന്നത് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെക്കാളും ഏറ്റവും കൂടുതൽ അനുഭവ സമ്പത്തും ഉള്ള ഒരു വ്യക്തിയാണ്. താങ്കളുടെ ജീവിതത്തില് ഇങ്ങനെയുള്ള ഗെയിം ചേഞ്ചിങ് ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ടാവും, അത് ഉറപ്പാണ്. അതിലെ രസകരമായ ഏതെങ്കിലും ഗെയിം ചേഞ്ചിങ് ആയിട്ടുള്ള ലൈഫ് തന്നെ ഒരു ഇതാണല്ലോ, ഗെയിമാണല്ലോ, എന്തെങ്കിലും ഒരു സംഭവം, രസകരമായ എന്തെങ്കിലും ഒരു സംഭവം ഞങ്ങളിലേക്ക് ഞങ്ങൾക്ക് പങ്കുവെക്കാവോ? ഒരുപാട് അനുഭവങ്ങൾ. ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് എൻ്റെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് മുഴുവൻ. ഞാൻ എപ്പോഴും എല്ലാവരോടും പറഞ്ഞൊരു കാര്യം, പ്രതിസന്ധി ഉണ്ടായാൽ രക്ഷപ്പെട്ടു. പ്രതിസന്ധി നമുക്കൊരു പാഠം പഠിക്കുക, തളരരുത്, ശക്തമായി നിൽക്കുക. എല്ലാ മനുഷ്യരും, എല്ലാ സക്സസ് ആയിരിക്കുന്ന ആളുകളും പ്രതിസന്ധി അതിജീവിച്ചവരാണ്. ഞാൻ 2 കാര്യങ്ങൾ പറയാം. 2012 ആദ്യത്തെ അനുഭവം നീട്ടി പറയേണ്ടതാണ്, എങ്ങനെ ചുരുക്കി പറഞ്ഞ് നടത്തുന്നത്. മറുനാടൻ മലയാളിയിൽ നിന്ന് പോർട്ടൽ ഞാൻ 2007 മുതൽ തുടങ്ങിക്കൊണ്ടിരിക്കുന്നു. കോട്ടയത്ത് ഓഫീസർ നടത്തിക്കൊണ്ടിരിക്കുന്നു. ലാഭത്തിലൊന്നും ആക്കാൻ പറ്റുന്നില്ല, അത്യാവശ്യമുണ്ട്. 2012 എൻ്റെ അടുത്തൊരു ടീം എത്തുന്നു, ടെക്നിക്കൽ ടീം എത്തുന്നു. ആ ടെക്നിക്കൽ ടീം ഇത് അതിൻ്റെ സാങ്കേതിക കാര്യം ഏറ്റെടുത്ത് നടത്താമെന്ന് പറഞ്ഞു. ആ ടീമുമായിട്ടുള്ള അസോസിയേഷൻ നന്നാവുന്നു, പോർട്ടൽ നല്ല നിലയിൽ മുമ്പോട്ട് പോകുന്നു. പക്ഷേ ഈ ടെക്നിക്കൽ ടീമിൻ്റെ കയ്യിലായിരുന്നു ഇതിൻ്റെ കൺട്രോൾ. ഒരു സുപ്രഭാതത്തിൽ ഈ സൈറ്റിൻ്റെ ഉടമസ്ഥാവകാശം അവരുടെ പേരിലേക്ക് മാറ്റുന്നു. അന്ന് ഈ പോർട്ടലിലൊരു വീഡിയോ ഒന്നുമില്ലെന്ന് പറഞ്ഞു. ഇത് നമ്മളാകെ പെട്ടുപോയൊരു പ്രശ്നമാണ്. പക്ഷെ ആ പ്രതിസന്ധിയെ നമ്മൾ അതിജീവിച്ച് മറികടന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ ഇതുണ്ടാവില്ല. കാരണം വെച്ചാൽ അന്ന് ഞാൻ ഈ പയ്യനോട് പറഞ്ഞിരുന്നതാണ്, നമുക്കൊരു കോൺട്രാക്ട് ഉണ്ടാക്കാം, ഇതിന്റെ 50% വരുമാനം എനിക്ക്, 50% വരുമാനം നിനക്കും. ഇവൻ ഇത് മൊത്തം അടിച്ചു മാറ്റാൻ പ്ലാനിലാകാൻ കോൺട്രാക്ട് തയ്യാറായില്ല. ഈ 50% എന്ന് പറഞ്ഞ് തുടങ്ങി വന്നിട്ട് കുറെ കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു അത് വലിയ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് അഫിലിയേറ്റ് ഇൻകം എനിക്കും, അല്ലാത്ത ഇൻകം ഷാജനെന്ന് പറഞ്ഞു. ഈ അഫിലിയേറ്റ് ഇൻകം എന്ന് പറഞ്ഞാൽ യൂട്യൂബ്, ഗൂഗിള്, ഇതൊക്കെയാണ് അഫിലിയേറ്റ് ഇൻകം. ഫലത്തിൽ ഇപ്പൊ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നേരിട്ട് പരസ്യമേ ഇല്ല, ഇത്തരം വരുമാനങ്ങൾ മാത്രമേ ഉള്ളൂ. അന്ന് അവന് എഗ്രിമെന്റ് ഉണ്ടാക്കിയിരുന്നെങ്കിൽ മൊത്തം വരുമാനം അതിനെ പോയനെ, പണി എനിക്കും ആയേനെ. അന്ന് അവന് എഗ്രിമെന്റ് ഉണ്ടാക്കാതെ ഇരുന്നത് കൊണ്ട്, മൊത്തം അടിച്ചു മാറ്റാൻ ശ്രമിച്ചത് കൊണ്ട് മുഴുവൻ എന്റേതായി മാറി. പിന്നീട് ഇതാണ് ഞാൻ പറഞ്ഞ ഒരു വഴിത്തിരിവ്. ഇത്തരത്തിൽ ഇപ്പം 2023 എനിക്കെതിരെ സർക്കാർ കേസെടുത്ത് അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു. അതുവരെ കേസൊക്കെ വരുമെങ്കിലും ഗുരുതരമായ ഒരു പ്ലാൻ ഉണ്ടായിട്ടില്ല എന്നെ അറ്റാക്ക് ജയിലിടാൻ. ഇത് ചെയ്യുന്നതോടെ എൻ്റെ വ്യൂവർഷിപ്പ്, എൻ്റെ വിശ്വാസ്യത, അതുവഴി ഉണ്ടാവുന്ന വരുമാനം, ഇതെല്ലാം കൂടി. അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ അമേരിക്ക വന്നിരിക്കുന്നത്. 2023 ക്രൈസിസ് ഉണ്ടായിരുന്നില്ലെങ്കിൽ ഗ്രാജുവലി പോകത്തേ ഉള്ളൂ. ഇതൊക്കെ കൂടി. അപ്പൊ കേസ് ഉണ്ടായാലും കേസ് നടത്താൻ പറ്റുന്ന വരുമാനത്തിലേക്ക് മാറി, വിശ്വാസ്യത കൂടി, ഇൻഫ്ലുവൻസ് കൂടി. എന്ന് മാത്രമല്ല
ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്, പെട്ടെന്ന് നിർത്താം, എനിക്കെതിരെ ആദ്യം രജിസ്റ്റർ ചെയ്ത വലിയൊരു കേസായിരുന്നു SC/ST അട്രോസിറ്റി ആക്ട് അനുസരിച്ചുള്ള കേസ്. എല്ലാവർക്കും അറിയാം. ഒരു MLA അപമാനിച്ചു, ജാതിയുമായി അപമാനം, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. ആ കേസിൽ സുപ്രീം കോടതി വരെ പോകേണ്ടി വന്നു. ആ കേസിൽ എനിക്ക് സെഷൻസ് കോടതി ജാമ്യം തന്നാലും അതൊക്കെ തീർന്നു പോയേനെ. സുപ്രീം കോടതി വരെ പോകേണ്ടി വന്നത് കൊണ്ടാണ് ഞാൻ ഉള്ളിൽ പോയതും ഈ സലിയുടെ കൂട്ടുകാരൊക്കെ അവിടെ പോയി വെത്തിക്കാൻ പോയി പ്രാർത്ഥിച്ചതും ഇവിടെ ഇരുന്ന ആളുകളെല്ലാം ടെൻഷൻ അടിച്ചതും അങ്ങനെ ഒരു വികാരം ഉണ്ടായത് മാത്രമല്ല, സുപ്രീം കോടതി SC/ST അട്രോസിറ്റി ആക്ടിലെ വകുപ്പ് തന്നെ എടുത്തു കളഞ്ഞു. എന്റെ കേസിനെ തുടർന്ന് നീ മേലാൽ ഈ കേസ് ചാർജ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ മാനദണ്ഡം പാലിക്കണം പറഞ്ഞൊരു ഇൻഡാസ് ഇറക്കി. ഇന്ന് രാജ്യത്തെ എല്ലാ കോടതികളിലും SC/ST അട്രോസിറ്റി ആക്ട് വരുമ്പോൾ ഷാജൻ സ്കറിയ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള, അത് മജിസ്ട്രേറ്റ് കോടതി മുതൽ ഹൈക്കോടതികൾ മുതൽ സുപ്രീം കോടതി വരെ SC/ST അട്രോസിറ്റി ആക്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന എല്ലാ കേസിലും എന്റെ കേസ് റെഫർ ചെയ്യുക, എന്റെ പേര് റെഫർ ചെയ്യുക. ചുമ്മാ ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്താൽ മതി, ഷാജൻ സ്കറിയ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള, 1000 റെഫറൻസ് കിട്ടും. ഇതൊക്കെ ഭാഗ്യല്ലേ, ഇതൊക്കെ ദൈവത്തിന്റെ പദ്ധതിയല്ലേ. ഇതൊക്കെ ഇങ്ങനെ ഉണ്ടായില്ല, ആ കേസിലായിരുന്നു ഇങ്ങനെ ഉണ്ടാവൂ. അതുകൊണ്ട് എല്ലാത്തിനെയും പോസിറ്റീവ് കാണുക, അതിനെ മനസ്ഥൈര്യം വിടാതെ കൈകാര്യം ചെയ്യുക. വി വിൽ വിൻ. താങ്ക് യു സോ മച്ച്. നമ്മുടെ എല്ലാ ചോദ്യങ്ങൾക്കും എത്ര ഭംഗിയായിട്ട് കൃത്യമായിട്ടുള്ളതാണ് ഉത്തരം പറഞ്ഞത്. ഏതായാലും ഞാൻ താങ്ക്സ് പറയാനായിട്ട് സേവിയറുണ്ട്. എങ്കിലും മോഡറേറ്റർ എന്ന നിലയിൽ എനിക്ക് വളരെയേറെ സന്തോഷമാണ്. കൃത്യമായിട്ട് പല ആൾക്കാരുടെ ചോദ്യം ചോദിക്കുമ്പോൾ കിട്ടാത്തതായ ഒരു ഉത്തരങ്ങളാണ് ഇന്ന് ഷാജൻ നിന്ന് കിട്ടിയത്. ഈ മോഡറേറ്റർ എന്ന നിലയിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇതിനെ ഈ ഒരു മീറ്റിംഗിനെ മോഡറേറ്റ് ചെയ്യാനായിട്ട് കിട്ടിയ അവസരത്തിന് ഞാൻ നന്ദി പറയുന്നു. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ നന്ദി പറയുകയാണ്. ഇത്ര ഭംഗിയായിട്ട് ഈ മീറ്റിംഗ് ഈ ഇന്ററാക്ഷൻ സെഷൻ കൊണ്ടുപോയതിന് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും മോഡറേറ്റർ എന്ന നിലയിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇനി ഔട്ട് ഓഫ് താങ്ക്സിന് വേണ്ടി സേവകനെ ഞാൻ ക്ഷണിക്കുകയാണ്. നമ്മുടെ പ്രോഗ്രാം ഓൾമോസ്റ്റ് അതിന്റെ പരിസമാപ്തിയിലേക്ക് നീങ്ങുകയാണ്. ഇനി വൈകാതെ തന്നെ നമ്മൾ ഡിന്നർ വിത്ത് ഷാജൻ ഉണ്ടായിരിക്കും. അപ്പം വൈകി വന്ന ആരെങ്കിലും രജിസ്റ്റർ ചെയ്യാനുണ്ടെങ്കിൽ ഈ അവസരത്തിൽ ദയവായി രജിസ്റ്റർ ചെയ്യുക. അവിടെ കൗണ്ടറുണ്ട്. പിന്നെ എല്ലാവരും ഡിന്നർ കഴിച്ചിട്ട് വേണം പോകാനായിട്ട്. ഓക്കെ, ഞാനപ്പോൾ എൻ്റെ വോട്ട് ഓഫ് താങ്ക്സ് കർത്തവ്യത്തിലേക്ക് നീങ്ങട്ടെ. പ്രിയ സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ വിശിഷ്ട അതിഥിയായ പ്രിയ ഷാജന് ഈ അവസരത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും പേരിൽ ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തുന്നു. നല്ലൊരു കൈഡി കൊടുത്തുകൊണ്ട് നമുക്ക് അദ്ദേഹം മറുനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്ററായി ലോകമെമ്പാടുമുള്ള മലയാളികൾ ദിവസവും ശ്രദ്ധിക്കുന്ന സത്യസന്ധമായ വാർത്തകളും വിശകലനങ്ങളും അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ ഷാജന് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിച്ചേരുവാനും ഒരുപാട് സത്യങ്ങൾ വെളിച്ചത്തേക്ക് കൊണ്ടുവരാനും സാധിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുന്നു. ഈ പരിപാടി സംഘടിപ്പിച്ച ഫ്രണ്ട്സ് ഓഫ് ലോസ് ആഞ്ചലസ് ടീമിലെ ഓരോ അംഗങ്ങളെയും ഈ അവസരത്തിൽ പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ ഷാജന്റെ പ്രിയ സഹോദരി സെലിനും ഫാമിലിക്കും ഈ അവസരത്തിൽ പ്രത്യേകം നന്ദി പറയുന്നു. സെലിന്റെ പിന്തുണ കൊണ്ട് മാത്രമാണ് ഷാജനെ മീറ്റ് ചെയ്യുന്നുള്ള ഈ അവസരം നമുക്കിവിടെ ലഭിച്ചത്. ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഈ അവസരത്തിൽ ഫ്രണ്ട്സ് ഓഫ് ലോസ് ആഞ്ചലസ് ടീമിന്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ ഓരോരുത്തരുടെയും സജീവമായ പങ്കാളിത്തവും സാന്നിധ്യവുമാണ് ഈ പരിപാടിയെ കൂടുതൽ അർത്ഥവത്തവും വിജയകരവുമാക്കിയത്. ഇന്നത്തെ Q&A സെഷൻ ഏറ്റവും മനോഹരമായി ആങ്കർ ചെയ്ത പ്രിയ തോമസ് സാറിന് ഈ അവസരത്തിൽ നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇന്നത്തെ ഡിന്നർ തയ്യാറാക്കിയിരിക്കുന്ന തറവാടി കേറ്ററിംഗിനും സ്നാക്സ് സ്പോൺസർ ചെയ്ത ജിൻസിനും ഹോളിന്റെ ഫുൾ ഉത്തരവാദിത്തം എടുത്ത ജിജിക്കും ബാനർ, ഫോട്ടോ, വീഡിയോ എന്നിവ ഏറ്റവും മികച്ച രീതിയിൽ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വെസ്ലിക്കും VMACയുടെ പ്രസിഡന്റ് ജോജിക്കും മറ്റ് കോർഡിനേറ്റേഴ്സായ മനു, ബെന്നി, റജി, അനു
ലോജോ റോയി എന്നിവർക്കും മറ്റിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും ഈ അവസരത്തിൽ നന്ദി പറയുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞാനും ഒരു നന്ദി വാക്ക് പറഞ്ഞിട്ട് എൻ്റെ പെങ്ങളെ കാണാൻ എന്തായാലും ലോസ് ആഞ്ചലസിൽ വരാനിരുന്നാണ് ഞാൻ. ആ കൂടെ നിങ്ങളെല്ലാം കാണാനായിട്ട് എനിക്ക് അവസരം ഉണ്ടാക്കിയ ഫ്രണ്ട്സ് ഓഫ് ലോസ് ആഞ്ചലസിനും ഇന്ന് സംഘാടകർക്കും ഞാൻ ആത്മാർത്ഥമായി വെറുതെ പറയുന്നില്ല, നന്ദി പറയുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വലിയ ഇഷ്ടമുള്ള കാര്യം. ഞാൻ നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ പ്രത്യേകിച്ച് പ്രിപ്പയർ ചെയ്യാതാണ് വന്നത്. കാരണം എനിക്കൊന്നും പ്രിപ്പയർ ചെയ്യേണ്ടതില്ല, ചോദിക്കുന്ന ഉത്തരം പറയാവുന്നൊരു ആത്മവിശ്വാസമുണ്ട്. പിന്നെ ഞാൻ ലെസ്ലിക്ക് പ്രത്യേകം നന്ദി പറയുന്നു. കാരണം ഷിക്കാഗോയിലെ പരിപാടിയിൽ വീഡിയോ ഉണ്ടായിരുന്നില്ല, ബാക്കി എല്ലായിടത്തും ഉണ്ടായിരുന്നു. അപ്പം ഞാനതുകൊണ്ട് ഇവരോട് പറഞ്ഞു. അപ്പം ലെസ്ലി എന്നെ വിളിച്ച് ക്ലാരിഫൈ ചെയ്തിരുന്നു, വീഡിയോ നമ്മൾ റെക്കോർഡ് ചെയ്തു. അതുകൊണ്ട് ഇത് എനിക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റും. കാരണം ഈ ചോദ്യോത്തരമൊക്കെ ഇത്തരം ചോദ്യവും ഈ ഉത്തരവും ഇവിടെ മാത്രം ഉണ്ടാവും. കാരണം ആളുകൾ ചോദിക്കുന്നത് ആ ചോദ്യം നമ്മൾ ഉത്തരം പറയും. അപ്പം ഇത് ലോകം കേൾക്കേണ്ടതാണെങ്കിൽ കേൾക്കട്ടെ എന്നുള്ള എൻ്റെ അഭിപ്രായം. ഷിക്കാഗോയിൽ നല്ല ചോദ്യോത്തരമായിരുന്നു, പക്ഷേ ഇല്ലാത്ത കാരണം ആരും കേൾക്കാതെ പോയി. ഇതെന്തായാലും ഞങ്ങൾ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു വെരി മച്ച്. ഒരു കാര്യം കൂടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു സെക്കൻഡ് കൂടെ. ഷാജിന്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരിയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ഇനിയും ഇങ്ങോട്ട് ജില്ലയിലേക്ക് വരാനുള്ള അവസരമുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും വീണ്ടും ഞങ്ങളെ കാണാൻ വരണമെന്നും ഇങ്ങനെയുള്ള ഇന്ററാക്ഷനിലൂടെ ഞങ്ങൾ കൂടുതൽ അറിവ് തരണമെന്നും ഞാൻ പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുന്നു. വീണ്ടും കാണാം. ഞങ്ങൾ നമ്മുടെ പറയുന്ന പോയി വരാമെന്ന് പറഞ്ഞാൽ വീണ്ടും കാണാം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു.